മഹേഷിന്റെ വർക്ക് അറിയാലോ, എന്തായാലും ഒരു സാധാരണ സിനിമ ആയിരിക്കില്ല. എല്ലാവരും ഉണ്ട്, നമുക്ക് ഭാഗത്ത് ചാക്കോച്ചൻ. അതെ, നാളെ ഞങ്ങൾ ശ്രീലങ്ക സ്റ്റാർട്ട് ചെയ്യാം. അത് വലിയൊരു സിനിമയാണ്. മമ്മൂക്ക എന്ന് പറയുന്ന ഒരു നടൻ, അദ്ദേഹത്തിന് ലുക്സ് എപ്പോഴും ഓരോ സിനിമയിലും നൻപകലിൽ കണ്ടതുപോലെ ഇല്ല റോഷാക്കിൽ കാണുക. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു നല്ല ഒരു കിടയൻ ലുക്ക് നമുക്ക് പ്രതീക്ഷിക്കാവോ? ലാലേട്ടൻ്റെ ഒരു ഗെറ്റപ്പ് എങ്ങനെയായിരിക്കും നമുക്ക് ഫാൻസിന്? എല്ലാവരും എന്തായാലും ചേഞ്ച് ഉണ്ടാവും. ശരിക്കും കങ്കുവിലേക്ക് വരാൻ കാരണം ആടുജീവിതമാണ്. കങ്കു കൊണ്ടും ആടുജീവിതം കൊണ്ടും എനിക്ക് അങ്ങോട്ട് നോർത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. കങ്കുവ റിലീസ് ചെയ്തിട്ട് തിയേറ്ററിൽ പോയി കണ്ടിരുന്നോ? പടം കണ്ടു. എങ്ങനെയുണ്ട് മൊത്തത്തിൽ? നമ്മൾ മെയിനായിട്ട് ഫസ്റ്റ് ദിവസം കാണുന്നത് നമ്മുടെ വർക്ക് മാത്രമേ കാണുള്ളൂ. സബ്ജക്റ്റിലോട്ടോ കഥയിലോട്ടോ നമ്മൾ പോകില്ല. അത് സിനിമ കണ്ടപ്പോൾ എല്ലാവരും വിചാരിച്ചത് ഈ പാമ്പ് CG കാല് കുറച്ചില്ല എന്നാണ്, നേരെ തിരിച്ചാണ്. അപ്പോൾ അതുകൂടി അതൊക്കെ ഇവർ സൂര്യസാറെ കണ്ടു. നമ്മൾ ഇത് കണക്ട് ആവുന്ന മുമ്പ് തന്നെ പുള്ളി കണ്ടായിരുന്നു. പക്ഷേ ആ സിനിമ അന്ന് ഷൂട്ട് നടക്കുമ്പോൾ പലരും കാര്യം മമ്മൂക്ക എന്തോ ഗസ്റ്റ് റോളാണ്, ബാക്കിയെല്ലാം നാടക ആർട്ടിസ്റ്റാണ്, അങ്ങനെ ഒരു ടോക്ക് ഉണ്ടായിരുന്ന സമയത്ത്. നാഷണൽ അവാർഡ് വിന്നറും ഒട്ടനവധി മലയാള സിനിമകളുടെയും അന്യഭാഷ ചിത്രങ്ങളുടെയും മേക്കപ്പ് ആർട്ടിസ്റ്റായ ശ്രീ രഞ്ജിത്ത് അമ്പാടിയാണ് ഇന്ന് മാസ്റ്റേഴ്സ് ക്രാഫ്റ്റിന്റെ പുതിയ എപ്പിസോഡ് നമുക്കൊപ്പം ചേരുന്നത്. നമസ്കാരം. ഇപ്പോൾ കങ്കുവ റിലീസായിരിക്കുകയാണ്. അപ്പോൾ ഈ കങ്കുവയിലേക്ക് വന്നു കഴിഞ്ഞാൽ 3000 പേരൊക്കെയാണ് ഒരു ഒറ്റ ദിവസം ഷൂട്ട് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അത്രയും പേർക്ക് ഒരു ലാർജ് സ്കെയിൽ ആളുകൾക്ക് ഒരേ ദിവസം മേക്കപ്പ് ചെയ്യുന്ന കൊടുക്കേണ്ടി വരും. അതും സാധാരണ ഒരു സിനിമകൾ ചെയ്യുന്ന ടൈപ്പ് ഓഫ് മേക്കപ്പ് കാര്യങ്ങളല്ല, വ്യക്തമായ രീതിയിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യേണ്ടി വരുന്നു. അത്രയും വലിയൊരു ലാർജ് സ്കെയിലിൽ ഒരു ഒറ്റ ദിവസം ചെയ്യേണ്ടി വരുന്നു. അതിൻ്റെ ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചാലഞ്ച് എങ്ങനെയായിരുന്നു? ചാലഞ്ച് നമ്മളെന്താ ഒരു ഫസ്റ്റ് ഒരു മീറ്റിങ്ങിന് പോകുമ്പോൾ നമുക്ക് ഇത്ര വലിയ സിനിമയായിട്ട് തോന്നിയിട്ടില്ലായിരുന്നു. രണ്ടാമത്തെ മീറ്റിംഗ് അപ്പോൾ നമ്മൾ മെയിൻ ക്യാരക്ടേഴ്സ് മാത്രമാണ് ഈ ഡിസ്കഷനും അവരെ സ്കെച്ചും. അപ്പോൾ നമുക്കത് മനസ്സിലാവും അത് എത്ര പേര് വേണമെന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ഓരോ ക്ലാൻ തിരിച്ച് ഓരോ കളർ ഓരോ ക്ലാൻ ഓരോ ഗ്രൂപ്പൊക്കെ പറയുമ്പോഴാണ് നമുക്ക് ഒരു ക്ലാനിൽ എങ്ങനെ ഒരു 300 പേര് 400 പേര് ഇവരെല്ലാവരും ഒരുമിച്ച് കോമ്പിനേഷൻ ഉണ്ട്, ഒരുമിച്ച് ഫൈറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞാൽ ഒരു 10,000 പേരോളം വരും. അപ്പോൾ അത് നമ്മൾ ഓരോ മീറ്റിംഗ് കഴിയുമ്പോഴേക്കും നമ്മൾ ഡിസ്കസ് ചെയ്ത്, പിന്നെ അത് മാത്രമല്ല നമ്മുടെ കേരളത്തിലുള്ള ഒരു ക്രൂവിനെ കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ കൂടെ ഒരു ടീമിനെ കൊണ്ട് മാത്രം പറ്റുന്നൊരു കാര്യമില്ല. പിന്നെ ഈ പറയുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ കൂടെയുള്ള ഇവിടെയുള്ള എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റിനെയും കൊണ്ടുപോകാനും പറ്റില്ല. കാര്യം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള വർക്കുകളുണ്ട്. ഒന്നാമത് ഇവിടെ നമുക്ക് ടെക്നീഷ്യന്മാർ വളരെ കുറവാണ്. ഇവിടെ തന്നെ നമുക്ക് മലയാളത്തിൽ 100ഓളം സിനിമകൾ നടക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് വന്നാൽ പോലും നമുക്കൊരു കണ്ടിന്യൂറ്റി ആയിട്ട് സ്ഥിരമായിട്ട് വരാൻ പറ്റില്ല. ഒരു ഷെഡ്യൂൾ വരാൻ പറ്റും, രണ്ടാമത്തെ ഷെഡ്യൂൾ ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മളൊരു പ്ലാൻ ചെയ്തു, ഇപ്പോൾ എങ്ങനെയും നമുക്കൊരു പുതിയ ആളുകൾ അല്ലെങ്കിൽ ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ള ആളുകളെ കൂടി സെലക്ട് ചെയ്യുക. അങ്ങനെ നമ്മളൊരു ഓഡിഷൻ വയ്ക്കുകയായിരുന്നു. അതായത് ട്രിവാൻഡ്രത്തും കൊച്ചിയിലായിട്ട്, പിന്നെ അല്ലാതെ എൻ്റെ പേജിലൂടെയും ഞങ്ങളുടെ യൂണിയൻ്റെയിലൊക്കെ ആയിട്ട് ഇങ്ങനൊരു ന്യൂസ് കൊടുത്തു. അതായത് ഇങ്ങനൊരു സിനിമയുടെ പേരൊന്നും അനൗൺസ് ചെയ്തില്ല, ഇങ്ങനൊരു സ്പെഷ്യൽ വർക്കാണ്. അപ്പോൾ അതിൽ പ്രോസ്തെറ്റിക് പഠിച്ചവരുണ്ടാവുമല്ലോ, പ്രോസ്തെറ്റിക് പഠിച്ചവർ അല്ലെങ്കിൽ സ്കെച്ച് ചെയ്യാൻ താല്പര്യമുള്ളവർ, ഇല്ലെങ്കിൽ കളർ ചെയ്യുന്നവർ, ടാറ്റു അങ്ങനെ വരയ്ക്കാൻ അറിയുന്നവർ, അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ല പല കാറ്റഗറിയിലുള്ള ആളുകളെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തു. അതിൽ നമുക്കൊരു 10-30ഓളം ആളുകൾ കിട്ടി. അതിൽ നമ്മൾ അതിൽ തന്നെ ഒരു സെലക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അതിൽ നമ്മളൊരു ഫൈനൽ സെലക്ഷൻ ഒരു 18ഓളം പേരെ നമുക്ക് കിട്ടിയായിരുന്നു. അതിനകത്ത് 18 പേരിൽ ഓൾറെഡി വർക്ക് ചെയ്ത ആളുകളുണ്ട്, മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട്, പുതിയതായിട്ട് വരുന്ന അസിസ്റ്റൻസ് ഉണ്ട്, സിനിമ ഒട്ടും വർക്ക് ചെയ്യാത്ത ഈ മേക്കപ്പിൻ്റെ കോഴ്സ് പഠിച്ചവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിനെ നമ്മൾ റെഡി ആക്കിയിട്ട് അതിൽ നിന്ന് നമ്മൾ ലുക്ക് ടെസ്റ്റും ഇതിൻ്റെ പല ഷെഡ്യൂളല്ല ഷൂട്ടിന് മുമ്പുള്ള പല ലുക്ക് ടെസ്റ്റും കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ കൊണ്ടുപോയി. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഇവർ വർക്കിംഗ് സ്റ്റൈൽ എങ്ങനെയാണ്, ഇവർക്ക് എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ഉണ്ട്, പണി അറിയുന്നവരാണ്. മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അങ്ങനെ അധികം ഒരു 8-9ഓളം പേരെ നമുക്ക് കിട്ടി. അതും പിന്നെ അതല്ലാതെ നമ്മുടെ മലയാളത്തിലുള്ള എൻ്റെ ഗ്രൂപ്പും അല്ലാതുള്ള നമ്മുടെ കൂടെയുള്ള ടെക്നീഷ്യന്മാരും എൻ്റെ സീനിയറായിട്ടുള്ള ഒരുപാട് പേരും, അതുപോലെ ഹൈദരാബാദ്, ചെന്നൈ, ബാംഗ്ലൂർ, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് അറിയുന്ന ഒരു ക്രൂവിനെ നമ്മൾ റെഡിയാക്കി. ഒരു 50-60ഓളം പേരുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഓരോ ക്ലാൻ വരുമ്പോഴും ഇപ്പോൾ ഒരു ക്ലാൻ മാത്രമാണെങ്കിൽ നമുക്കൊരു 300-400 പേരുള്ളൂ. അത് നമുക്കൊരു 15-20 വെച്ച് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് കോമ്പിനേഷൻ ഫൈറ്റ് എല്ലാം കൂടി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓരോ ക്ലാനിനും ഓരോ ഗ്രൂപ്പായിട്ട് നമ്മൾ തിരിച്ചു. ഇപ്പോൾ ഒരു ബ്ലൂ ക്ലാൻ ഉണ്ടെങ്കിൽ അവർക്ക് ക്ലാൻ ഉണ്ട്, ഗ്രീൻ ക്ലാൻ. അപ്പോൾ അവർക്ക് നമ്മളൊരു 15-20ഓളം നമ്മുടെ ടീം അവിടെ ഉണ്ടാവും. അങ്ങനെ ഓരോ ക്ലാനും നമ്മളോരോ ഡിപ്പാർട്ട്മെൻറ്റിൽ തിരിച്ചു. അതിൽ തന്നെ ഹെയർ മാത്രം ചെയ്യുന്ന ആളുകൾ, ഈ ബോഡി പെയിൻറ്റിങ്, അല്ലാതെ വിഗ് കാര്യങ്ങൾ, ലെൻസ്, അങ്ങനെ ഓരോ കളർ ഓരോ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് തിരിച്ച് ഓരോ ടെൻറ്റിൽ നമ്മളൊരു ടീമിനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ പണി എളുപ്പമായിരുന്നു. പിന്നെ നമ്മൾ അത് മാത്രമല്ല, എല്ലാ ദിവസവും ഷൂട്ടിങ്ങിന് മുമ്പ് തന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞങ്ങളൊരു ക്ലാസ് ഉണ്ടാവും. ആ ക്ലാസ്സിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും തിരിച്ചു കൊടുക്കും. അതിനൊരു ഹെഡ് ഉണ്ടാവും. 10 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിന് ഒരു ഹെഡ് ഉണ്ടാവും. അപ്പം ഞാൻ ഈ സീനിയറായിട്ടുള്ള അവരുടെ അടുത്ത് മാത്രം എനിക്ക് ഡിസ്കസ് ചെയ്താൽ മതി. അവർ ബാക്കി നമ്മുടെ ടീമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് വർക്ക് ഒരുപാട് എളുപ്പമായിരുന്നു. ഇപ്പം നമ്മൾ പെട്ടെന്ന് പറയണം നാളെ ഇനി
300 ഒരു 600 പേര് കൂടി എക്സ്ട്രാ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 1 hour കൂടുതൽ ചോദിക്കുക, അത്രേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒരു പ്ലാനിങ് ഉള്ളതുകൊണ്ട് നമുക്ക് എളുപ്പമായിരുന്നു. ചെയ്യാൻ പറ്റി. പിന്നെ ഈ കങ്കുവയുടെ കാലഘട്ടം ഈ പാസ്റ്റ് സീൻസ് കാണിക്കുമ്പോഴത്തേക്കും ഒരുപാട് വർഷങ്ങൾക്ക് പിന്നോട്ടാണ്. നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ ഈ കായംകുളം കൊച്ചുണ്ണി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ കേട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാലഘട്ടമാണ് അതിൽ. അപ്പൊ ഈ കങ്കുവയുടെ ഓരോ ക്യാരക്ടേഴ്സിനുള്ള മേക്കപ്പും കാര്യങ്ങളും ഇപ്പൊ സൂര്യയുടെ ആണെങ്കിലും ബോബി ഡിയോളുടെ മേക്കപ്പ് ആണ്. അപ്പൊ അത് എങ്ങനെ വേണം നിങ്ങൾ സ്കെച്ച് ചെയ്ത് ഇതിന്റെ മുമ്പിലുള്ള ഒരു പ്ലാൻ എങ്ങനെയാണ് മുൻപേ ഉള്ളത്? അല്ല, ശരിക്കും നമുക്കൊരു റിയൽ സ്റ്റോറി ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടാന്ന് വെച്ചാൽ ഇപ്പം എല്ലാവരും കണ്ട കഥകളായിരിക്കും, കണ്ട ക്യാരക്ടേഴ്സ് ആയിരിക്കും, എല്ലാവർക്കും അറിയാൻ പറ്റും ആ ക്യാരക്ടർ എങ്ങനെയായിരുന്നു, അവരെ സ്കെച്ച്. ഇപ്പോൾ ഒറിജിനൽ അല്ലെങ്കിൽ പോലും നമ്മൾ പല പിക്ചറുകളിലൊക്കെ ഓരോ ചരിത്ര ആളുകളുടെ ഫോട്ടോസ് കണ്ടിട്ടുണ്ട്. അപ്പം അത് അങ്ങനെയുള്ള സിനിമ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. കാര്യം ആ ഒരു ചരിത്രം വിട്ടു പോകരുത്. ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗുണം വെച്ചാൽ 1000 വർഷം എന്ന് പറഞ്ഞാൽ ആരും കണ്ടിട്ടില്ല. അപ്പം നമുക്കറിയാം ഇത് പിന്നെ ഒരു ഫാൻറ്റസിയാണ്. അപ്പം നമുക്ക് എന്ത് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പം ആൾക്കാരെ നമ്മൾ പറഞ്ഞ് വിശ്വസിപ്പിക്കുക, കാണിച്ച് വിശ്വസിപ്പിക്കുക, ഇങ്ങനെ ആയിരുന്നു അല്ലെങ്കിൽ തന്നെ എന്താ വിഷയമുള്ള കാര്യമില്ല. അപ്പം അതാകുമ്പോൾ നമുക്ക് ഒരുപാട് ഫ്രീഡം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അത് ഇപ്പം ഡയറക്ടർ സൈഡ് അവർ ഇമാജിൻ ചെയ്യും, ഞങ്ങൾ വേറെ ഇമാജിൻ ചെയ്യും. നമ്മളല്ലാതെ ഒരുപാട് ഇതിനു വേണ്ടി കുറേ സിനിമകൾ കണ്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇതിനു വേണ്ടി കുറേ സ്കെച്ച് ചെയ്യും. അപ്പം എല്ലാത്തിനും കൂടി എടുത്തിട്ട് നമുക്ക് ഒരു ഫൈനൽ ലുക്ക് കൊടുക്കുമ്പോൾ അത് ഇന്നതാവണമെന്നില്ല. ആൾക്കാരെ ഒന്ന് വിശ്വസിപ്പിച്ചാൽ മതി. ട്രൈബൽസ് ആയതുകൊണ്ട് ആ ഒരു ടൈപ്പ് മേക്കപ്പ് ട്രൈബൽസ് ആയതുകൊണ്ടാണ് സാധാരണ നമ്മളൊരു ട്രൈബൽസ് എന്ന് പറയുമ്പോൾ ഒരു 300-400 കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ അങ്ങനത്തെ സിനിമകളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. കൊച്ചുണ്ണി ആയിക്കോട്ടെ, മാക്സിമം ഒരു 200 വർഷമൊക്കെ ആയിരിക്കും മുമ്പ്. അപ്പം അങ്ങനത്തെ നമ്മൾ വരുമ്പോൾ ഈ മെയിനായിട്ട് എന്താണ് ഇവരുടെ ഈ പച്ചകുത്താണ്, അതായത് ഇപ്പോഴത്തെ ടാറ്റു എന്ന് പറയുന്നത് പച്ചകുത്ത. ഈ പച്ചകുത്താന്ന് പറയുമ്പോൾ ടാറ്റു ഒരുപാട് വ്യത്യാസമുണ്ട്. ഈ പച്ചകുത്താന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്ന് പ്രൊജക്റ്റ് ആവും. അതിൻ്റെ ഒരു റിയാക്ഷൻ കൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു ഇങ്ക് യൂസ് ചെയ്യണോണ്ട് നമുക്ക് സ്കിന്ന് പ്രൊജക്റ്റ് ആയിട്ട് വരും റിയാക്ഷൻ. ഈ ടാറ്റു എന്ന് പറഞ്ഞാൽ അതല്ല, നമ്മളൊരു കളറാണ്, ഒരു ബോഡി പെയിന്റിങ് വരുന്ന കളറാണ്. അപ്പം ഈ അത്ര 1000 വർഷം മുമ്പൊന്നും അങ്ങനത്തെ ഒരു പെയിന്റിങ്ങോ അങ്ങനത്തെ ഒരു ടാറ്റു ഒന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ആ ടാറ്റു ഒഴിവാക്കാം. അതായത് പ്രത്യേകിച്ച് ഇപ്പോൾ ഉള്ള എല്ലാ സിനിമകളിലും ബോഡി കാണിക്കുന്നുണ്ടെങ്കിൽ ടാറ്റു ഉണ്ടാവും. ഏതൊരു ഹീറോ ആയാലും മസിൽസ് ഉണ്ടെങ്കിൽ നമ്മൾ കയ്യിലും ഷോൾഡറിലും ടാറ്റു ഉണ്ട്. അപ്പോൾ അതൊന്നും ഒഴിവാക്കാം. ടാറ്റു വേണ്ട എന്ന് വെച്ചിട്ടാണ് നമ്മൾ ആ ഡോട്ട്സ് പരിപാടികൾ സൂര്യ സാറിൻ്റെ. അത് മാത്രമല്ല അവർ ആ ക്ലാനിൽ വരുന്ന ഗ്രൂപ്പിന് മൊത്തം നമ്മൾ ഇപ്പോൾ സൂര്യ സാറിൻ്റെ ഫാദർ ക്യാരക്ടർ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഫേസിലുണ്ട്. അങ്ങനെ പലർക്കും പല ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ടാറ്റു ഒഴിവാക്കാൻ വേണ്ടി ചെയ്തേക്കണം. ഇപ്പൊ ഈ സൂര്യ സാറിന്റെ ഒരു ലുക്ക് ഉണ്ടല്ലോ, അത് എങ്ങനെയാണ് ബിൽഡ് ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ? ആ ഒരു കങ്കോ എന്ന ക്യാരക്ടറിന് അത്രയും ഭയങ്കര എന്താ പറയാ, അത്രത്തോളം അഗ്രസീവ് ആയിട്ടൊരു ക്യാരക്ടറാണ്. ആ ഒരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്ത് എങ്ങനെയാണ് ഒരു ലുക്സ്? അത് നമ്മൾ സ്കെച്ച് ചെയ്തായിരുന്നു ഫസ്റ്റ്. ഡയറക്ടർ ഡിസ്കസ് ചെയ്തപ്പോൾ അന്നീ പറയുന്ന പോലെ ഡോട്ട്സ് ഒന്നും ഇല്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ടാറ്റു ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ ബെയർ ബോഡി നമ്മൾ ഫുള്ളായിട്ട് വരുന്നില്ല, ഈ ഷോൾഡറും കൈ വരുന്നുള്ളൂ. അപ്പോൾ അവിടെ മാത്രം വേറെ എന്തെങ്കിലും ഓർണമെന്റ്സ് പോലെ എന്തെങ്കിലും കൊടുക്കാം. അങ്ങനെ പല ഡിസ്കഷനും പല സ്കെച്ചും ചെയ്തപ്പോഴാണ് നമുക്ക് ഈ ടാറ്റുവിന് പോലെ ഇങ്ങനത്തെ ഒരു സംഭവം കിട്ടുന്നത്. അതാണ്. പിന്നെ ഹെയർ നമ്മൾ പിന്നെ ബാക്കി എനിക്ക് തോന്നുന്നു വേറെ സിനിമകളിലൊന്നും ഇങ്ങനത്തെ ഹെയർ ഒന്നും വലിയ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ എനിക്ക് തോന്നുന്നു 7ാം അറിവൊക്കെയാണ് കുറച്ചുകൂടി മാച്ചാണ്. അപ്പം നമ്മൾ അതിനേക്കാളും ഡിഫറൻ്റ് ആയിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ലുക്കിലേക്ക് വരുന്നത്. അപ്പൊ അതിനെ എടുത്തിട്ടുള്ള എന്തായിരിക്കും ഇങ്ങനെ ഈ ക്യാരക്ടറിനെ ഇങ്ങനെ ബിൽഡ് ചെയ്യാനുള്ള ഒരു ഐഡിയ? അല്ല, നമ്മൾ റെഫറൻസ് എടുക്കും. നമ്മളിപ്പോൾ ഈ സിനിമയ്ക്ക് എന്നല്ല, ഞാനിവര് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്ട് ഇങ്ങനെയുള്ള എന്ത് കാഴ്ചകൾ ഉണ്ടായാലും നമ്മളത് ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമുക്ക് ഇന്ന സിനിമയ്ക്കെന്നല്ല. അപ്പം നമ്മൾ ഇങ്ങനത്തെ ഒരു ഡിസ്കഷൻ മീറ്റിംഗ് വരുമ്പോൾ നമുക്ക് അത് മനസ്സിൽ വരും. അപ്പം നമ്മൾ അതിൽ എന്തൊക്കെ അതെങ്കിൽ നേരെ കോപ്പി പേസ്റ്റ് അല്ലാതെ എന്തൊക്കെ നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് അതിൽ തന്നെ എന്തൊക്കെ അഡീഷണൽ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഒരു ചെറിയൊരു ഡോട്ട് നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഡോട്ട് എങ്ങനെ, അതാണ് നമ്മൾ ഫേസിലേക്ക് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഫേസിലൊന്നും അങ്ങനത്തെ ഒരു വേറെ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ വന്നിട്ടുണ്ടാവും, പക്ഷേ ഫേസിൽ കൊടുത്തതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. നമ്മളത് കയ്യിൽ മാത്രമേ എല്ലാവർക്കും ആക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഫേസിൽ, ഷോൾഡറിൽ, കഴുത്തിൽ അങ്ങനെ മാറ്റി നമ്മൾ തന്നെ ഒരു ഡിസൈനൊക്കെ ചെയ്തിട്ട് ചെയ്യുന്നത്. സൂര്യയുടെ ക്യാരക്ടർ പോലെ തന്നെ അതിശക്തനായ ഒരു ക്യാരക്ടറാണ് ബോബി ഡിയോളുടെ ഒരു കഥാപാത്രം. അപ്പോൾ ബോളിവുഡിൽ നിന്ന് വന്ന ആക്ടറിന് ഈ സൂര്യയുടെ പോലെ തന്നെ മേക്കപ്പ് ആണോ നിങ്ങൾ ഉദ്ദേശിച്ചതോ വേറെ രീതിയിലുള്ളൊരു വില്ലനാണല്ലോ? വില്ലന്റെ ഒരു ഭീകരത മുഖത്ത് ഉണ്ട്. നമ്മൾ അതിനാണ് അദ്ദേഹത്തിന് ഫേസിൽ അങ്ങനത്തെ മാർക്കുകളുണ്ട്. കണ്ണ് ലെൻസ്, ഒരു കണ്ണ് മാത്രം നമ്മൾ അങ്ങനെ ഒരു കളർ ലെൻസ്. പിന്നെ ആ ക്ലാന് മൊത്തം ഒരു റെഡ് ആൻഡ് വൈറ്റ് ഇതോ കളറാണല്ലോ. ഈ ഓരോ ക്ലാൻ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഒരു എന്തൊക്കെയാണ് മേക്കപ്പ് എന്ന രീതിയിൽ ഉണ്ട്. അവരുടെ ഹെയർ സ്റ്റൈല്, പിന്നെ അവരുടെ ബോഡി തന്നെ സ്കിൻ ടോൺ. ഇപ്പൊ നമ്മള് ആ സൂര്യ സാറിന്റെ ഗ്രൂപ്പ് മൊത്തം ഡാർക്കാണ്, ഫുൾ ടാൻ ആണ് എല്ലാവരും. ബോബി ഡിയോളുടെ അവരുടെ വില്ലേജ് കാണിക്കുന്ന സ്ത്രീകളായിക്കോട്ടെ ബാക്കിയുള്ളവർ എല്ലാവരും ഫെയർ ആണ്. പിന്നെ അവരുടെ കളർ റെഡ് ആൻഡ് വൈറ്റ്, ഇവിടെ ഗ്രീന്. അതുപോലെ നമ്മൾ നട്ടി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് വരുന്നുണ്ട്, അവരുടെ ഫുൾ ബ്ലൂ ആണ്. അവരുടെ ഹെയർ സ്റ്റൈൽ ഒരു കുടിമി പോലെ വേറൊരു ടൈപ്പ് ഹെയർ സ്റ്റൈലാണ്. അപ്പൊ ഓരോ ക്ലാനും ഓരോ സ്റ്റൈലാണ്.
സൂര്യ സാറായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് മൊത്തത്തിൽ? ഇപ്പോൾ കണ്ടിന്യൂസ് കുറേ അധികം ഇപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ കൊച്ചിയിൽ അദ്ദേഹം വന്നപ്പോൾ വിളിച്ചു വരുത്തുകയുണ്ടായി, പ്രത്യേകം നന്ദിയും പറഞ്ഞുകൊണ്ട്. മൊത്തത്തിൽ അദ്ദേഹമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? കണ്ടിന്യൂസ് കുറേ അധികം ദിവസം അദ്ദേഹത്തിന് മേക്കപ്പ് ചെയ്യുന്നു. അല്ല, നമുക്ക് ഇങ്ങനെ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിന് കൂടെ ഒരു ദിവസം ഈ പറഞ്ഞ ഒരു 2-2.5 മണിക്കൂർ ഇപ്പോൾ നമ്മൾ ആടുജീവിതമൊക്കെ ചെയ്ത പോലെ ആ, ഡെയിലി. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ആ കോസ്റ്റ്യൂമൊക്കെ ഭയങ്കര ഹെവിയാണ്. അത് നമ്മൾ സാധാരണ വെറുതെ ഇട്ടിട്ട് ഇരിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഇത് വെച്ചിട്ടാണ് ഫൈറ്റ്, ഡാൻസ്. അപ്പം നമുക്കറിയാം നമ്മൾ മാക്സിമം ഇവർ എത്രത്തോളം കംഫർട്ട് ആക്കിയിട്ട് വർക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ ഒരു വർക്ക് അല്ലാത്ത സമയത്ത് പോയി ഈ വിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ടോ, അപ്പോൾ ഇതെല്ലാം എപ്പോഴും പോയി നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അവർക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളത് മാക്സിമം പുള്ളിയെ കംഫർട്ട് ആക്കിയിട്ട് വർക്ക് ചെയ്യണം. അപ്പോഴും നമുക്കൊരു ടെൻഷൻ ഉണ്ട്, ഒരു പുള്ളി എന്ത് വിചാരിക്കും. പക്ഷേ ആ ടെൻഷനൊക്കെ നമുക്കന്ന് കൊച്ചിയിൽ വന്ന് പുള്ളി വിളിച്ച് കയറ്റിയപ്പം മനസ്സിലായ കാര്യം പുള്ളി നമ്മൾ അത്രത്തോളം ഇതായിട്ടുണ്ടല്ലോ. ഈ ആടുജീവിതം കഴിഞ്ഞിട്ട് പിന്നെ കങ്കുവയിലൊക്കെ ആയിരുന്നു നേരെ ജോയിൻ ചെയ്തത്. ഈ ആടുജീവിതം പിന്നീട് അത് ഭയങ്കര ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ സമയത്ത് കങ്കുവയുടെ സെറ്റുകളിലായിരിക്കും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എങ്ങനെയായിരുന്നു കങ്കുവയുടെ സെറ്റിൽ ആടുജീവിതത്തെ കുറിച്ചുള്ള ഒരു മറ്റുള്ള സംസാരവും കാര്യം? ശരിക്കും കങ്കുവയിലേക്ക് വരാൻ കാരണം ആടുജീവിതമാണ്. ആടുജീവിതം കാര്യം ആടുജീവിതത്തിൻ്റെ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇവിടെ ചെന്നൈയിൽ അവർ 1-2 പേര് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ആ സമയത്ത് തന്നെ നമ്മൾ ഈ കങ്കുവയ്ക്ക് വരുന്നതിന് മുമ്പ് തന്നെ സലാർ ഷൂട്ട് തുടങ്ങിയായിരുന്നു. ഇതിനിടയ്ക്ക് സലാർ വർക്ക് ചെയ്തത്. അപ്പോൾ സലാറിൻ്റെ ഷൂട്ട് അവർ അറിയാം. പിന്നെ അത് മാത്രമല്ല, ഇങ്ങനെ ഒരു വർക്കിന് അങ്ങനത്തെ ഒരു ടീം വേണം. അതായത് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ല, ഒരു മേക്കപ്പ് കമ്പനി തന്നെ വേണം എന്നുള്ളതാണ് ശരിക്കും അങ്ങനെയുള്ള സിനിമയ്ക്ക് അങ്ങനെ. ഇവരങ്ങനെ പുറത്തുനിന്നൊക്കെ ഹോളിവുഡിൽ നിന്നൊക്കെ അന്വേഷിച്ചിട്ടുണ്ട് നേരത്തെ. കാര്യം ഇതിൻ്റെ പ്രസന്റ് സ്റ്റേജ് ഒരു 60-70 ദിവസമുള്ള ഷൂട്ട് നടക്കാം. അപ്പോൾ ഈ ഷൂട്ട് നടക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഡിസ്കഷനും ഇതിൻ്റെ മീറ്റിംഗ് നടക്കുന്നുണ്ട് ഈ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പോൾ എൻ്റെ തന്നെ കുറേ സീനിയർ ആയിട്ടുള്ള ആളുകൾ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരുപാട് മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഇവരൊക്കെ എല്ലാവരും സീനിയറാണ്. ഇവരൊക്കെ അന്വേഷിച്ചു പലരുടെയും ഇത്രയും 1 വർഷം 1.5 വർഷമൊക്കെ നിൽക്കാനുള്ള ബുദ്ധിമുട്ട്. അങ്ങനെ നോക്കിയപ്പോൾ പുതിയ ആൾക്കാരെ നോക്കാം. ആ സമയത്താണ് അപ്പോൾ ഇവർ തുടങ്ങിയതിൻ്റെ 1 വർഷം മുമ്പാണ് എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയത്. അങ്ങനെ ഒരു ഗൂഗിൾ സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ കുറച്ച് എങ്ങനെയോ പേര് കിട്ടിയിട്ട് അങ്ങനെ അന്വേഷിച്ചിട്ടാണ് നമ്മളെ വിളിക്കുന്നത്. അപ്പം നമ്മളെ പേഴ്സണലായിട്ട് ഇവർക്ക് അറിയില്ല, നമ്മൾ ചെയ്ത വർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഡിസ്കഷൻ നടക്കുന്ന സമയത്താണ് ഈ നമ്മുടെ ആടുജീവിതത്തിൻ്റെ ടീസർ റിലീസാവുന്നത്. മറ്റേ ആദ്യം ലീക്കായി എന്ന് പറഞ്ഞൊരു ടീസർ, ആ ടീസർ ഇറങ്ങുന്നത്. അപ്പോൾ അതുകൂടി അതൊക്കെ ഇവർ സൂര്യ സാറെ കണ്ടു. നമ്മൾ ഇത് കണക്ട് ആവുന്ന മുമ്പ് തന്നെ പുള്ളി കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മീറ്റിങ്ങിനും പുള്ളി ഷെയ്ഖ് ഹാൻഡ് എന്ന് വർത്താനൊക്കെ പറഞ്ഞു. അതിനുശേഷം പിന്നെയാണ് നമ്മളെ പരിചയപ്പെടുത്തി, ഇദ്ദേഹമാണ് ആടുജീവിതം വർക്ക് ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ ഒന്നുകൂടി ഇതായി, രണ്ടാമത് വന്ന് ഷെയ്ഖ് ഹാൻഡൊക്കെ തന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു, ഷെയ്ഖ് ഹാൻഡ് എന്നിട്ട് പറയാം, അതായത് ഞാൻ മിസ് ചെയ്ത സിനിമയാണ്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, കാര്യം ഈ സ്ക്രിപ്റ്റ് പണ്ട് 2010-ലോ 2012-ലോ വിക്രം സാറിനടുത്ത് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ സൂര്യ സാറിനടുത്തും സംസാരിച്ചിട്ടുണ്ട്, ഈ ത്രെഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അന്ന് പറഞ്ഞ ത്രെഡാണ്. അപ്പോൾ ബഷീർ സാറിനൊക്കെ അവർക്ക് ഓർമ്മയുണ്ട്, ആ ത്രെഡാണ്, ആ സിനിമയാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ടീച്ചർ കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഭയങ്കര മിസ്സായി. കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, ആ വിഷമം. സിരുത്തൈ ശിവൈ അദ്ദേഹമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അതായത് നമ്മളൊരു ആദ്യത്തെ ഒരാൾ പരിചയമില്ലാത്ത മീറ്റ് ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അവർ പറയുന്നത് നമ്മൾ കേൾക്കണമല്ലോ. അപ്പോൾ അവർ ഒരു ക്യാരക്ടർ പറയുമ്പോൾ അവർ പറയുന്നൊരു സജഷൻ അപ്പുറം നമ്മളൊരു 5-10 സജഷൻ അങ്ങോട്ട് പറയും. നമ്മൾ പറയുമല്ലോ, നമ്മളതിന് പ്ലാൻ ചെയ്ത് റെഡി ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പം അങ്ങനെ പറയുമ്പോൾ ഇവർക്ക് കിട്ടുന്ന ഒരു ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു രസം, അത് നമ്മൾ ഫസ്റ്റ് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ അത് കിട്ടി. അപ്പം അങ്ങനെ വരുമ്പോൾ കൂടെ വെച്ചൊരു ഫുൾ ഫ്രീഡം നമുക്ക് തരും. അതായത് ഈ പുള്ളി സ്ക്രിപ്റ്റ് ഒക്കെ അല്ലെങ്കിൽ ബാക്കി ഡയറക്ഷൻ, ക്യാമറ ഇങ്ങനെയുള്ളൊക്കെ ശ്രദ്ധിക്കണമെങ്കിലും മേക്കപ്പ് നടക്കുന്ന വേറൊരു സ്ഥലത്തായിരിക്കും. അപ്പോൾ ഈ ക്ലാൻ ക്രൂ ഒക്കെ നമ്മൾ തലേദിവസം റെഡി ആയിക്കൊണ്ട് കാണിക്കും, അത് ഫിക്സ് ചെയ്യും, ഇത് ഓക്കെ എന്ന് മനസ്സിലായി. അപ്പം നമുക്ക് ഭയങ്കര ഫ്രീഡം വർക്ക് ചെയ്യാൻ. അപ്പം നമുക്ക് ഇത് പോരാ, അവർ ഇത് ഓക്കെ, അതായത് ലുക്ക് ടെസ്റ്റ് ഇത് ഓക്കെ പറയുകയാണെങ്കിൽ ഷൂട്ടിന് വരുമ്പോൾ ഇതിനേക്കാളും ബെറ്റർ ആക്കണം. അങ്ങനെ ഞങ്ങളുടെ ക്രൂ അടക്കം എല്ലാവരും. അപ്പോൾ അത് പ്രത്യേകിച്ച് സൂര്യ സാറൊക്കെ ഞങ്ങൾ മലയാളി ക്രൂവിനെ വിളിച്ച് ലൊക്കേഷനിൽ ഭയങ്കരമായിട്ട് അഭിനന്ദിച്ചിട്ടുണ്ട്. ഒരുപാട് മലയാളികൾ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ 50-60 പേരിൽ ഒരു 35-40 പേരും മലയാളീസ് തന്നെയാണ്. മെയിൻ ടെക്നീഷ്യൻസ് തന്നെ ഉണ്ട്. എന്നെക്കാളും സീനിയർ ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ എൻ്റെ ബോസാണ് പട്ടൺ റഷീദിക്കയുടെ ബ്രദർ ഉണ്ട് പട്ടൺ ഷാ. അതുപോലെ ഒരുപാട് സീനിയേഴ്സ് ഇവിടെ കേരളത്തിലുള്ള ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പുള്ള സീനിയേഴ്സ് എന്നോട് വർക്ക് ചെയ്തിട്ടുണ്ട്. കങ്കുവ റിലീസ് ചെയ്തിട്ട് തിയേറ്ററിൽ പോയി കണ്ടിരുന്നോ? പടം കണ്ടു. എങ്ങനെയുണ്ട് മൊത്തത്തില്? പടം മൊത്തം കാര്യം എനിക്ക് ആ സിനിമയെ കുറിച്ച് നന്നായിട്ട് അറിയാം. അതിൻ്റെ കഥ ആയിക്കോട്ടെ, അതിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ. അപ്പം നമ്മളത് ഒരുപാട് പ്രാവശ്യം സിനിമ കണ്ടതാണ്. ഇത് ഫുള്ളായിട്ട് കണ്ടില്ലെങ്കിൽ പോലും പിന്നെ നമ്മൾ ആദ്യത്തെ പ്രാവശ്യം അല്ല 2 പ്രാവശ്യം അല്ല, പ്രത്യേകിച്ച് നമ്മളൊരു സാധാരണ സിനിമ പോയി കണ്ടാലും നമ്മൾ മെയിനായിട്ട് ഫസ്റ്റ് ദിവസം കാണുന്നത് നമ്മുടെ വർക്ക് മാത്രമേ കാണുള്ളൂ. നമ്മൾ ചെയ്ത വർക്കുകളും ആർട്ടിസ്റ്റും പോകും, ഇവരെ കയ്യിൽ ചെയ്തേക്കണം, ഇത് മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ. നമ്മൾ സബ്ജക്റ്റിലോട്ടോ കഥയിലോട്ടോ നമ്മൾ പോകില്ല. നമ്മുടെ വർക്ക് എങ്ങനെയുണ്ട് അത് മാത്രമേ നോക്കുള്ളൂ. അത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ OTT-ലോ അല്ലെങ്കിൽ വീട്ടിലൊക്കെ വന്നിരുന്ന് സമാധാനമായിട്ട് കാണുമ്പോഴാണ് പടം മൊത്തത്തിൽ കാണുന്നത്. 3D-ലോട്ട് ചിത്രം കൺവേർട്ട് ചെയ്ത് 3D-യിൽ ആൾക്കാർ കാണുമ്പോഴത്തേക്കും ഇപ്പോൾ ചേട്ടൻ മേക്കപ്പ് ചെയ്തതിൻ്റെ ഒരു വ്യത്യാസങ്ങളും അങ്ങനെ കറക്റ്റായിട്ട് ഒരു ഡീറ്റെയിലിംഗ് കിട്ടുന്നില്ല എന്നൊരു
തോന്നിയിട്ടുണ്ടോ കണ്ടു ചെയ്തത്? അത് ചില ഷോട്ടുകളൊക്കെ ആ. നമുക്ക് എല്ലാ ഷോട്ടിലും അങ്ങനെ പറയാൻ പറ്റൂല. 3D ആയതുകൊണ്ട് ഇങ്ങനെ ഡീറ്റെയിലിംഗ് അത്രയും ഫേസ് ഉണ്ട്, കിട്ടുന്നുണ്ട്. നമ്മൾ അങ്ങനത്തെ ഒരു ടൈറ്റ് ഷോട്ട് ക്ലോസപ്പ് ഒക്കെ വരുമ്പോൾ കിട്ടുന്നുണ്ട്. നമുക്കറിയാം. പിന്നെ ഇതിനകത്ത് നമ്മൾ ചെയ്ത വർക്കിനേക്കാളും ഗ്രേഡിങ് ഒക്കെ കഴിയുമ്പോൾ ഈ കുറച്ച് കളർ കാര്യങ്ങളൊക്കെ വ്യത്യാസം വരും. അപ്പം നമ്മൾ കാണുന്ന ലൊക്കേഷനിൽ കാണുന്ന ഒരു ബ്ലൂ കളർ ആയിരിക്കില്ല, ടോൺ ആയിരിക്കില്ല, ഇത് വരുമ്പോൾ സ്കിൻ ടോണിലായിരിക്കില്ല. അത് നമുക്ക് ഈ സിനിമ വരുമ്പോഴേ കാണാൻ പറ്റുള്ളൂ. ശരിക്കും അതിന്റെ റിസൾട്ട് ഇരിക്കണം അവിടെയാ. അല്ല, കളർ ഗ്രേഡിങ് ചെയ്യുന്നത് ഷൂട്ട് കഴിഞ്ഞിട്ടാണല്ലോ. അപ്പൊ നിങ്ങൾ ഇത് ചെയ്യുമെന്ന് അറിഞ്ഞിട്ടായിരിക്കുമല്ലോ നിങ്ങൾ ആ മേക്കപ്പിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതും. അതെ. എന്നാലും അതിന്റെ ഒരു ഫൈനൽ റിസൾട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഒരു സീൻ മാത്രം കണ്ടിട്ട് കാര്യമില്ല. നമുക്കറിയാം നമ്മൾ പ്രതീക്ഷിച്ച് ചെയ്ത ചില സാധനങ്ങൾ വരുമ്പോൾ ഒരുപാട് വ്യത്യാസം. ആടുജീവിതം എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങൾ എടുത്ത് ചെയ്തൊരു പ്രൊജക്റ്റാണ്. ഇതിനിടയിൽ ഈ പറയുന്ന ഒരു കോവിഡ് വരുന്നു, ഒരു പർട്ടിക്കുലർ പോർഷൻ കഴിയുന്നു, പിന്നെ കോവിഡ് കാരണം ബ്രേക്ക് എടുക്കേണ്ടി വരും, പിന്നെ അടുത്ത വർഷമാണ് അതിന്റെ ബാക്കി ഷൂട്ട് ചെയ്യേണ്ടി വരുന്നത്. ഒരുപാട് വർഷം ഒരു എക്സ്പീരിയൻസ് അങ്ങനെ, അല്ലെങ്കിൽ അത് എത്രത്തോളം ചാലഞ്ചിങ് ആയിരുന്നു? അത് 2018 തുടങ്ങിയത്. ശരിക്കും 12 തുടങ്ങേണ്ട സിനിമയാണ്. 18 ആയപ്പോഴേക്കും നമുക്ക് അതിനകത്ത് ഒരുപാട് വർക്ക് ചെയ്യാൻ പറ്റി. വർക്ക് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഈ ഷൂട്ടിന് മുമ്പ് സ്കെച്ച് കാര്യങ്ങൾ ഒരുപാട് സാറായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മുടെ ഒരു പ്രതീക്ഷ 2018 തുടങ്ങി ഒരു ഷെഡ്യൂള് ഈ നാട്ടിൽ നിന്ന് പോകുന്നൊരു അതൊരു മാസം, അത് കഴിഞ്ഞൊരു 3 മന്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഷെഡ്യൂള്, അത് കഴിഞ്ഞൊരു 3 മന്തോ 5 മന്തോ കഴിഞ്ഞിട്ട് അടുത്ത ഷെഡ്യൂൾ. അപ്പോൾ ഒരു വർഷം അല്ലെങ്കിൽ ഒരു 14 മാസം 15 മാസം കൊണ്ട് നമുക്ക് ഷൂട്ട് തീർക്കാനുള്ള പ്ലാനിങ് ആയിരുന്നു. പക്ഷെ നമ്മളവിടെ പോയി ഒരു മാസം ഷൂട്ട് ചെയ്തു ഫസ്റ്റ് ജോർദാനിൽ. സെക്കൻഡ് ഷെഡ്യൂൾ നമ്മൾ 3 മാസം പ്ലാൻ ചെയ്തു. പക്ഷേ നമുക്ക് രാജുവിൻ്റെ ബോഡിയൊക്കെ ആ രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനിടയ്ക്ക് പുള്ളിയുടെ ചെയ്ത സിനിമകൾ തീർന്നില്ല. അപ്പം അങ്ങനെ നമുക്കൊരു 6 മാസത്തോളം ഗ്യാപ്പ് വന്നു. അത് കഴിഞ്ഞ് ബോഡിയൊക്കെ അങ്ങനെ ആയിട്ടാണ് നമ്മൾ വീണ്ടും ഷൂട്ടിന് പോകുന്നത്. ഞങ്ങളവിടെ ചെന്ന് ഇറങ്ങുന്ന 2-ാം ദിവസമാണ് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നത്. നമുക്ക് ഇനി തിരിച്ചൊരു ഇതുപോലൊരു വരവൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം. അങ്ങനെ പിന്നെ നമുക്ക് മനസ്സിലായി ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് നാട്ടിലേക്ക് വരാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങളൊരു 65-70 ദിവസത്തോളം അവിടെ സ്റ്റക്കായി മാത്രമേ നമുക്ക് വളരെ സമയമെടുത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റി. കാര്യം ഡിസർട്ട് ആയതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ പോലത്തെ അത്രയും പ്രശ്നങ്ങളും ഇതൊന്നും ഇല്ല കോവിഡ് കാരണം. ആ ഒരു ഡിസർട്ടിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളൊരു 10-80 പേരും, ഞങ്ങൾക്ക് വേണ്ടി റെസ്റ്റോറൻറ്റും, വേറെ ആരും ഇല്ല. അപ്പോൾ കോവിഡ് എന്നുള്ള പ്രശ്നം അവിടെ വരുന്നില്ല. ആരും അകത്തോട്ടോ പുറത്തോട്ടോ ആരും വരണം പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഡേ ടൈമിൽ നല്ല ഏർലി മോർണിംഗിൽ ഈവനിങ് ടൈമിൽ മാത്രം ആ ലൈറ്റ് നോക്കി ഷൂട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരുപാട് സമയമെടുത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് കുറേ ഡീറ്റെയിൽ ചെയ്യാൻ പറ്റും. ഒരു ദിവസം തന്നെ നമുക്കൊരു 2-3 ഷോട്ട് എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അത്രത്തോളം ഡീറ്റെയിലിങ് ചെയ്യാൻ സമയം കിട്ടും. ഇപ്പോൾ ആർട്ടിസ്റ്റിനായാലും പെർഫോം ചെയ്യാനായാലും ഇപ്പോൾ നമുക്കായാലും മേക്കപ്പിന് ഡീറ്റെയിൽ. ഇപ്പോൾ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു ടൈമുണ്ട്. ഈ പ്രോസ്തെറ്റിക് വർക്കിന് ഒരു ടൈമുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ ആർട്ടിസ്റ്റ് ടയർഡാവും. പിന്നെ അത് മാത്രമല്ല, നമ്മളൊരു സാധാരണ ഒരാളുടെ ബോഡിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, കാര്യം ഫുൾ ടാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനത്തെ ഒരു ചാക്ക് പോലത്തെ കോസ്റ്റ്യൂം, നെയിലുണ്ട്, പല്ലുണ്ട്, വിഗ്, താടി, അപ്പം അങ്ങനെ ഒരുപാട്. പിന്നെ ഈ വൂണ്ട് മാർക്കുകൾ കയ്യിൽ കാലിൽ. അപ്പം ഇതൊക്കെ വെച്ച് പുള്ളിക്ക് ഒരു മൊബൈൽ പോലും യൂസ് ചെയ്യാൻ പറ്റില്ല. കാര്യം നെയിലൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ഗ്ലാസ് പിടിക്കണമെങ്കിലും പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമുക്ക് ആ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ വളരെ കുറച്ച് സമയം മാത്രം ഷൂട്ടിങ് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഡീറ്റെയിൽ ചെയ്യാൻ പറ്റും നമുക്ക്. ഇപ്പോൾ ഒരു വർഷം നമ്മൾ ഒരു പോർഷൻ ചെയ്യുന്നു, അത് കഴിയുമ്പോഴേക്കും നെക്സ്റ്റ് ഇയർ ആകുകയാണ്. എൻ്റെയർലി ആ വ്യക്തിയുടെ രൂപത്തിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും, കണ്ടിന്യൂറ്റിയിൽ മിസ്റ്റേക്സ് എന്തെങ്കിലും വരാം. അപ്പോൾ അതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? അല്ല, അത് ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ. നമുക്ക് നമ്മൾ മേക്കപ്പിൻ്റെ മാത്രമല്ല, ഈ ഫിസിക്കലി കൂടി ഭയങ്കര വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് അത് ഒരു പരിധി വരെ കുഴപ്പമുണ്ടായിരുന്നു. കാര്യം അതിനുവേണ്ടി പുള്ളി വർക്കൗട്ട് പഴയ രൂപത്തിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മളൊരു ആദ്യത്തെ ഷെഡ്യൂളിന് പോയിട്ട് നമ്മളൊരു സീൻ ഷൂട്ട് ചെയ്തിട്ട് അതിൽ ബാലൻസ് ഒന്നും വെച്ചിട്ടില്ല. ഇല്ലെങ്കിൽ അതിൻ്റെ ഇമ്മീഡിയറ്റ് അടുത്ത സീൻ നമ്മളൊരു ഓർഡറിലെ ഷൂട്ടുണ്ട്. ബ്ലിസാറിൻ്റെ എല്ലാ സീനും നമ്മൾ അങ്ങനെ ചെയ്യാറ്. അപ്പോൾ ഈ ഓർഡറിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ ബോഡിയിലുള്ള വ്യത്യാസങ്ങൾ, നമുക്ക് ഈ പറഞ്ഞ ഹെയറിലുള്ള ലെങ്ത് കാര്യങ്ങളൊക്കെ അത്ര പ്രശ്നം വരില്ല. നമ്മളൊരു 8 ഷോട്ടുള്ള ഒരു സീൻ ഒരു 5 ഷോട്ട് എടുത്തിട്ട് പിന്നെ ഒരു വർഷം കഴിഞ്ഞ് അടുത്ത 3 ഷോട്ട് എടുക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അതങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഒരു പരിധി വരെ നമുക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. ആടുജീവിതത്തില് പൃഥ്വിരാജിന്റെ ഈ പഴയ കാലഘട്ടത്തിലെ മുഖത്തെ ഡാർക്ക് ടോണും കാര്യങ്ങളൊക്കെ, അപ്പൊ അത് ഒരു ഡാർക്ക് ടോൺ ആണ് നജീബിന് വേണം എന്നുള്ളത് കഥാപാത്രത്തിനെ വെച്ചിട്ട് തന്നെ. അല്ല, അത് സാറിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യേണ്ട ഗുണം അതാ. ഒരു മണൽ പണിക്കാരൻ എങ്ങനെയായിരിക്കും, അത്യാവശ്യം ബോഡി ഉണ്ടാവും. അത്യാവശ്യം ബോഡി എന്ന് പറഞ്ഞാൽ ഫിസിക്കായിട്ട് അവർ രാവിലെ വൈകിട്ടൊക്കെ അത്രയും വർക്ക് ചെയ്യണം. നമ്മളൊരു ഇത് വർക്കൗട്ട് ചെയ്യണ പോലെ തന്നെ ഈ മണൽ വാരുന്നതും വഞ്ചിയിൽ പോകുന്നതും വള്ളം തുഴയുന്നൊക്കെ. അപ്പം അതുകൊണ്ട് ബോഡി ഓക്കെയാണ്.
പക്ഷെ അത്രത്തോളം നല്ലൊരു ഫെയർ ഉള്ള ഒരാളായിരിക്കും, അത്രയും സ്കിൻ ടോൺ ആയിരിക്കില്ല, വെള്ളത്തിലും വെയിലും ഒക്കെ കൊള്ളുന്നതാണ്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു അത്രയും ഡാർക്ക് അല്ലെങ്കിൽ പോലും ഒരു കുറച്ച് ടാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫേസിൽ അത്ര ഈ പറയുന്ന പോലെ ഒരുപാട് ഈ പിമ്പിൾസ് പോലത്തെ അങ്ങനത്തെ ഒരു പ്ലെയിൻ അല്ലാത്ത രീതിയിൽ ഇതൊക്കെ ഞാൻ പറഞ്ഞു. ഇതൊക്കെ നമ്മൾ സിനിമ കാണുമ്പോൾ പലർക്കും മനസ്സിലാവില്ല. ശരിക്കും ഞാൻ പഠിച്ചേക്കണ വർക്ക് അതാ. അതായത് ഒരു ക്യാരക്ടർ വന്നേക്കണ വ്യത്യാസം എന്താണെന്നുള്ളത് നമുക്ക് പതുക്കെ അല്ലെങ്കിൽ എന്തോ വ്യത്യാസമുണ്ട്, അത് കണ്ടുപിടിക്കാൻ കുറച്ച് ടൈം എടുക്കണം. അതല്ല ഒറ്റയടിക്ക് കണ്ടിട്ട് അയ്യോ അയാളെ കണ്ടിട്ട് മനസ്സിലായില്ല, അത് കഴിഞ്ഞ് പിന്നെ പറയുമ്പോൾ അയാളായിരുന്നു, അത് മേക്കപ്പ് അല്ല, അത് ശരിക്കും പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ ഈ പൃഥ്വിയുടെ മെലിഞ്ഞ ഒരു ഡെസേർട്ട് ചെന്നിട്ടുള്ള ഒരു മേക്കപ്പും കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരുന്നത്. പിന്നെ ആ കുറഞ്ഞു വരുന്നതിന്റെ ഒപ്പം തന്നെ മേക്കപ്പിലും ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. കാരണം അദ്ദേഹം അവിടെ കുളിയില്ല, നനയില്ല. അപ്പൊ ഇതിന്റെ എല്ലാം ഡിഫറൻസ് ഓരോ സീനിലും നമുക്ക് ആൾക്കാരെ എന്തായാലും വരികയും ചെയ്യണം. അപ്പൊ അത് എങ്ങനെയായിരുന്നത്? അല്ല, നമ്മളത് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഓരോ സീൻ ബൈ നമ്മൾ ഗ്രാഫ് വെച്ചിരുന്നു. അതായത് ഇയാൾ ചെന്ന് ഒരാഴ്ച ഇയാൾ വളരെ നാട്ടിൽ ഭക്ഷണം കഴിച്ചിട്ടൊക്കെ പോകാനുള്ള, അയാൾ അത്യാവശ്യം തടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇയാളുടെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഒരു 80% എനർജിൻ്റെ ആൾ, അത് ഒരു 1 വീക്ക് ആകുമ്പോഴേക്കും ഒരു 10% കുറയും. ഇയാൾക്ക് തിരിച്ചു വരാൻ പറ്റില്ല എന്നറിയണം. പിന്നെ ആ ഒരാഴ്ച കൊണ്ടുള്ള ഇയാളുടെ ഗ്രോത്ത്, താടി വളരുന്നതും ഇയാൾ ഷേവ് ചെയ്യാത്തതും ചിലപ്പോൾ കുളിച്ചിട്ടുണ്ടാവില്ല. അതങ്ങനെ ഓരോ ഗ്രാഫ്, അതായത് ഓരോ സീൻ 1 സീൻ 2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻ്റർവൽ വരെ ഒരു ഗ്രാഫ് വരും. അത് കഴിഞ്ഞിട്ട് ഇവർ എസ്കേപ്പ് പോകുന്നുണ്ട് ഡേ 1. അപ്പോൾ അതിന് എനർജി കുറയും, കാര്യം ഭക്ഷണമില്ല, വെള്ളമില്ല. ഡേ 2 ആകുമ്പോഴേക്കും വീണ്ടും എനർജി കുറയും. അത് കുറഞ്ഞ് നമ്മളൊരു ക്ലൈമാക്സിന് മുമ്പൊക്കെ ഒരു 30% പോലും ഇവർക്ക് എനർജി ഉണ്ടാവില്ല, നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് പിന്നെ അവിടെ നമ്മൾ കുറച്ച് വെള്ളം കുടിക്കുന്നു, വീണ്ടും ഒരു 10% എനർജി കൂടുന്നു. അപ്പോൾ ഇയാളുടെ സ്കിന്നിലുണ്ടാകുന്ന മാറ്റവും ഇയാളുടെ ഫിസിക്കലും എല്ലാ ചേഞ്ചസ് നമ്മൾ ഓൾറെഡി ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഗ്രാഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സീൻ നമ്പർ കിട്ടിയാൽ മതി. സീൻ നമ്പർ കിട്ടി കഴിഞ്ഞാൽ നമുക്കറിയാം ഇയാളുടെ എനർജി എത്രയാണ്, ഇത് എത്രാമത്തെ ഡേ ആണ്. അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് ആ കണ്ടിന്യൂറ്റി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അല്ല, അതിൽ തന്നെ ഒരു പർട്ടിക്കുലർ സീനുണ്ട്. അതായത് നജീബ് കുറെ കാലമായിട്ട് ഒരു ട്രാപ്ഡ് ആണ്, പക്ഷെ ഇതുവരെ നജീബിന്റെ മുഖം കണ്ടിട്ടില്ല. ഒരു പർട്ടിക്കുലർ സീനിൽ ഒരു മിററിലൂടെ ഇയാൾ കാണുകയാണ്. അപ്പോൾ ഇയാൾക്കുണ്ടാകുന്ന ഒരു റിയലൈസേഷൻ, ഒരു ഞെട്ടലുണ്ട്. അതിന് ഇയാളുടെ രൂപമാണ് കാണുന്നത്. അപ്പൊ ആ ഒരു സീനിന് പോർട്രേ ചെയ്യുമ്പോൾ നജീബിനെ ഒരുക്കിയെടുക്കണം, അയാൾ ഭയപ്പെടുത്തണം. നേരത്തെ കണ്ട നജീബ് അല്ലാന്ന് തോന്നിക്കണമല്ലോ. ആ ഒരു പോർഷൻ എങ്ങനെയായിരുന്നു ഇരിക്കുന്നത്? നമ്മളിവിടെ നാട്ടിൽ നിന്ന് പോകുന്ന ഫസ്റ്റ് ഹാഫിന് മുമ്പുള്ള സീക്വൻസ് ഓൾറെഡി നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തതാണ് ഈ ലാസ്റ്റ് പോർഷനൊക്കെ. അതിന്റെ ഇടയ്ക്ക് വേണം നമ്മൾ ഈ പോർഷൻ ചെയ്യണേ. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം ഇതിന്റെ രണ്ടിൻ്റെയും ഇടയിലാവണം. നമ്മൾ എല്ലാത്തിനും വേണ്ടി നമ്മളൊരു ഗ്രാഫ് ഉണ്ട്. നമുക്ക് ഏറ്റവും അവസാനത്തെ ഡേ എന്തായിരിക്കണം, ഫസ്റ്റ് ഡേ എന്തായിരിക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിലുള്ള ഒരു സാധനം ഞങ്ങൾ ഓൾറെഡി സ്കിൻ ടോൺ ആയിക്കോട്ടെ, ഇയാളുടെ ഈ പല്ല് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും പല്ലിൻ്റെ കളർ വ്യത്യാസമുണ്ട്. നമ്മൾ ലാസ്റ്റ് കാണിക്കുന്ന പോലെ അത്രത്തോളം വികൃതമല്ല. അതൊരു 3 വർഷമായിട്ട് ഇയാൾ പല്ലേക്ക് തളായിരിക്കും. ഇത് ചിലപ്പോൾ ഒരു 6 മാസമായിട്ടുണ്ടാവുള്ളൂ. ആ പല്ലിൻ്റെ കളർ ചേഞ്ചസ്, സ്കിന്നിൻ്റെ ടോണ്, ഈ ഹെയറിലുള്ള കളറ്, ഈ മണൽ കാറ്റടിച്ചിട്ടുള്ള നമ്മൾ ലാസ്റ്റ് കാണിക്കുന്ന അത്രയും ബ്രൗണിഷ് അല്ല, അത്രയും ജടയെന്ന് പിടിച്ച് കാണില്ല. അപ്പോൾ ആ ഒരു സാധനം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യണം സാറായിട്ട്. പിന്നെ ഈ ഡെസേർട്ടിലെ ഈ പാമ്പിന്റെ സീൻ, അത് ഞാൻ ഒരു ഇന്റർവ്യൂ കണ്ടു, അത് ഒറിജിനൽ പാമ്പായിരുന്നു. രാജുവിന്റെ കാല് നിങ്ങളുടെ അമ്മയായിട്ട്. അത് സിനിമ കണ്ടപ്പോൾ എല്ലാവരും വിചാരിച്ചത് ഈ പാമ്പ് CG യും കാലും ഒറിജിനൽ ആണെന്നുള്ളത്. നേരെ തിരിച്ചാ. ഒറിജിനൽ പാമ്പ് ഒറിജിനലായിരുന്നു. നമ്മളെ കാലിന്റെ മുകളിൽ കൂടെ കയറണം. അപ്പൊ നമുക്ക് രാജുവിന്റെ കാല് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഡിസേർട്ടിൽ നമുക്ക് അങ്ങനെ പാമ്പുകൾ കിട്ടി അവിടെ. അപ്പോഴാണ് നമ്മൾ എന്നാൽ പിന്നെ നമുക്കൊരു പ്രോസറ്റിക് കാല് ചെയ്യാന്ന് പറഞ്ഞു. രാജുവിന് തന്നെ മോൾഡ് എടുത്തിട്ട് നമ്മൾ 2 കാല് ചെയ്ത് അതിൽ പാൻസ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ തന്നെ മൂവ്മെന്റ് ഒക്കെ ചെയ്യുന്നത്. ഒരു സ്റ്റിക്കിൽ അത് കണക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇവർ ഓടാൻ ശ്രമിക്കുന്ന പോലെ കാല് അനക്കുമ്പോഴേക്കും അതൊരു പ്ലാറ്റ്ഫോം പോലെ നമ്മൾ ചെയ്തിട്ട് അതിന്റെ മുകളിൽ മണൽ നിറയ്ക്കും. കാര്യം ഇത് വിഷമുള്ള പാമ്പുകളാണ്, നമുക്ക് അടുത്തേക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഡെസേർട്ടിലും കുറച്ച് ഹൈറ്റുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ മണലിട്ടിട്ട് ഒരു ഡെസേർട്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതിന്റെ മുകളിൽ കാല് വെച്ചിട്ട് നമ്മൾ മൂവ്മെന്റ് ചെയ്യുമ്പോഴാണ് ഈ 3-4 പാമ്പിനെ നമ്മൾ ഇടുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യും. അതിനറിയില്ല, അത് എന്തോ മെറ്റീരിയൽ കണ്ടിട്ട് കയറണ പോലെ. അപ്പോൾ ഇത് മൂവ്മെന്റ് ചെയ്യണമായാലും ഇല്ലെങ്കിലും ഇതിൽ 3-4 പാമ്പ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മുടെ മുകളിൽ നോക്കുന്ന ലുക്കിൽ നമ്മുടെ കാലിലൂടെ കയറുന്ന പോലെ. അപ്പം നമ്മളത് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. 2-3 പാമ്പിനെ പിന്നെ നമ്മൾ ഒരുപാട് പാമ്പുകളാക്കി അത് CG ചെയ്തിട്ടുണ്ട്. ബ്ലെസ്സി സാറിനോട് തന്നെയുള്ള ഫസ്റ്റ് വർക്കിലേക്ക് നമുക്കൊന്ന് കുറച്ച് ഫ്ലാഷ് ബാക്ക് പോവാം. കാഴ്ച ഒരു പക്ഷേ മമ്മൂട്ടി എന്നൊരു ആക്ടറാണ് കൈ കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ലുക്സ് കാര്യങ്ങൾ എപ്പോഴും എല്ലാ കാലവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ആക്ടറാണ്. അപ്പം മൂപ്പര് ഒരു സാധാരണക്കാരൻ, ഒരു ആലപ്പുഴക്കാരനാക്കി മാറ്റണം. അദ്ദേഹത്തിന്റെ രൂപത്തിലും ആ ഒരു സ്കിൻ ടോണും അദ്ദേഹത്തിന്റെ ഹെയർ സ്റ്റൈലും ഒക്കെ. അതെങ്ങനെയായിരുന്നു ആ ഒരു വർക്ക്? കാഴ്ചയിലെ കഥാപാത്രമാക്കി മമ്മൂക്കയെ മാറ്റിയത്? കാഴ്ച സിനിമ അന്ന് ഷൂട്ട് നടക്കുമ്പോൾ പലരും കാര്യം മമ്മൂക്ക എന്തോ ഗസ്റ്റ് റോളാണ്, ബാക്കിയെല്ലാം നാടക ആർട്ടിസ്റ്റാണ്, അങ്ങനെ ഒരു
ടോക്ക് ഉണ്ടായിരുന്ന സമയത്ത്. കാര്യം നമുക്ക് ചെറിയ 2 ദിവസത്തെ ഷൂട്ടൊക്കെ ഉള്ളൂ, ഇത് വേറെ പുതിയ ആളുകൾ വെച്ച് ചെയ്യുന്ന സിനിമയാണ്, അപ്പം നമുക്ക് അറിയുള്ളത് ഏതാണ് സിനിമ എന്നുള്ളത്. പ്രത്യേകിച്ച് എൻ്റെ ഫസ്റ്റ് മൂവി. പക്ഷേ ഇപ്പം എന്നെ പോലെ എല്ലാ ഒരു സീനിയർ ആയിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റിലോ അല്ലെങ്കിൽ ഈ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ അതിലൊരു പണിയില്ല ശരിക്കും പറഞ്ഞാൽ. ഇപ്പോഴത്തെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് നോക്കുമ്പോൾ കാഴ്ച കാണുമ്പോൾ അതിനകത്ത് എന്താണ് വർക്കുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഞാനിപ്പോൾ ഈ കങ്കവ് ചെയ്തതിനേക്കാളും അല്ലെങ്കിൽ ആടുകയും ചെയ്തതിനേക്കാളും കൂടുതൽ ഇത് ബുദ്ധിമുട്ട് മാത്രമല്ല, ഞാൻ ഒരുപാട് മെനക്കെട്ടിട്ടുണ്ട്. ഞാൻ പറയില്ല അത് എന്താണ് ഫ്രെയിമിൽ വരണമെന്നുള്ള ആൾക്കാർക്ക് മനസ്സിലാവില്ല. കാര്യം എൻ്റെ ഫസ്റ്റ് മൂവി. പിന്നെ അത് മാത്രമല്ല മമ്മൂക്ക പോലത്തെ ഒരു ആർട്ടിസ്റ്റ്. അപ്പോൾ അതിന് നമ്മൾ എടുത്തേക്കണ എഫോർട്ട് എന്ന് പറഞ്ഞാൽ ഇതിനിപ്പോൾ ചെയ്ത സിനിമക്കാൽ കൊണ്ടെടുത്തിട്ടുണ്ട്. ഒരു ടെൻഷനും ഉണ്ടാകും. ടെൻഷനല്ല, ഇത് ബെറ്റർ ആക്കാം. കാര്യം എൻ്റെ ഫസ്റ്റ് മൂവി അല്ലേ. അതിനകത്ത് ഈ പറഞ്ഞ നമ്മളിപ്പോൾ ഏത് സിനിമ ചെയ്താലും പടം മൂടിയാലും ഇല്ലെങ്കിൽ നമ്മുടെ വർക്കിന് ഒരു ചിത്തപ്പരും വരാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ശ്രദ്ധിക്കണം. ഒരു സിനിമ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ലുക്ക് ഇറങ്ങുമ്പോൾ നമ്മളൊരു ഡയറക്ടർ ആരാന്ന് അന്വേഷിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ നല്ല പാട്ടൊക്കെ ആരാ മ്യൂസിക് ഡയറക്ടർ അന്വേഷിക്കും. അപ്പോൾ അതുപോലെ സിനിമയുടെ പല ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിന്റെ നമ്മൾ ഒരു ക്യാരക്ടറെ കാണുമ്പോൾ അന്വേഷിക്കണം, ഇതാരാ ഇതിന്റെ മേക്കപ്പ് ആരാണെന്ന് അന്വേഷിക്കും. അങ്ങനെ സിനിമകളാണ് ഞാനിപ്പോൾ എടുക്കാറുണ്ട്. കായംകുളം കൊച്ചിനെ പറ്റി പറയുക, അതിനകത്ത് മോഹൻലാലിന്റെ റോള് എല്ലാവരും ഭയങ്കരമായിട്ട് സ്വീകരിച്ച റോളാണ് ഇത്തിക്കരപ്പക്കി. അപ്പൊ ഇത്തിക്കരപ്പക്കിയിലെ അദ്ദേഹത്തിന്റെ ആ ക്യാരക്ടറിന്റെ ഒരു സ്കെച്ച് ലൈക്ക് മോഹൻലാലിന് അങ്ങനെ പറ്റ ഒരു മുടിയൊക്കെ പറ്റ അടിച്ച് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ കുറ്റിത്താടി, ചെറിയ ഇവിടെ ഒരു കണ്ണടച്ച് കണ്ണിന്റെ ഇവിടെ ഇതൊക്കെ മൊത്തത്തിൽ ആ ഒരു സ്റ്റൈല് ആ ഒരു പടത്തെ തന്നെ എന്റെ ഭയങ്കരമായിട്ട് അപ്ലിഫ്റ്റ് ചെയ്യുന്നുണ്ട് ആ മോഹൻലാലിന്റെ ക്യാരക്ടർ, ആ ഇൻട്രോ സീനൊക്കെ. നമ്മളിപ്പോ ഇത്തിക്കരപ്പക്കി എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും വലിയ പിടുത്തുണ്ടാവില്ല. പല ഫോട്ടോയിലും പല രൂപമായിരിക്കും. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു ക്യാരക്ടർ അതിൽ ആൾസാറാണ് ചെയ്യണമെന്ന് അറിയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരും ആൾസാർ ഇന്ന് വരെ ചെയ്യാത്തൊരു രൂപമായിരിക്കണം. ഇന്ന് വരെ പല ക്യാരക്ടർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പൊ ഈ പടത്തിൽ അത് ഇത്തിപ്പക്കര ഇത് വിട്ടു പോകാനും പാടില്ല, ഈ ക്യാരക്ടർ വിട്ടു പോകാനും പാടില്ല. അപ്പം അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ലോങ് ഹെയറോ വേറെ സ്റ്റൈലൊക്കെ ആയി കഴിഞ്ഞാൽ ആൾക്കാർ പറയും ഇതൊരിക്കലും ഇങ്ങനെ അല്ല ഇത്തിപ്പക്കര എന്ന് പറയും. അപ്പം അത് വിടാതെ എന്ന ലാൽ സാറിനെ എങ്ങനെ രസമാക്കിയെടുക്കാം എന്നുള്ള അത് ഞങ്ങൾ മുംബൈയിൽ പോയിട്ട് ഞാനും എൻ്റെ കോസ്റ്റ്യൂം ഡിസൈൻ ധന്യൊക്കെ പോയിട്ട് ഞങ്ങൾ വേറൊരു ലൊക്കേഷനിൽ അവിടെ ഷൂട്ട് നടക്കായിരുന്നു. അവിടെ ഞങ്ങൾ വേറെ ലുക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് അവിടുന്ന് ഫോട്ടോസും വീഡിയോ കോളും അപ്പോൾ ഓൾറെഡി നമ്മുടെ ഷൂട്ട് നടക്കുന്നുണ്ട്. കൊച്ചുണ്ണിയുടെ ഡയറക്ടർ വർഷം ഞാൻ അയച്ചു കൊടുത്തു. എന്നിട്ടാണ് അപ്പോൾ ഓൾറെഡി അന്ന് നമുക്ക് അവിടെ ആ ഷൂട്ടിനെ കണ്ടിന്യൂറ്റി ഉള്ളതുകൊണ്ട് ഒരു താടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കളയാതെ നമ്മുടെ ഈ ലുക്കിലേക്ക് നമ്മൾ ചെറുതായിട്ട് വർക്കൗട്ട് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടാണ് ഓക്കെ ആയത്. പിന്നെ ഷൂട്ട് വന്നപ്പോഴേക്കും നമ്മുടെ അതേ രൂപത്തിലായി. ഉറുമി എന്ന് പറയുന്ന സിനിമ അതുപോലെ തന്നെ ഈ ഒരു കായംകുളം കൊച്ചിനെ ആകട്ടെ അതുപോലെ ഒരു പീരിയോഡിക് ഡ്രാമയാണ്. അന്ന് വരെ കണ്ടിരുന്ന ഒരു സാമൂതിരി അല്ലെങ്കിൽ നമ്മൾ ഇത്തരം ക്യാരക്ടേഴ്സിന് ഒരു പഴയ കാലഘട്ടം പറയുന്നത് കുടുംബം അങ്ങനെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന എല്ലാവരുടെയും. അതിൽ നിന്നൊക്കെ എൻ്റെ ഡിഫറെൻ്റ് ആയിട്ട് വളരെ മിനിമലായിട്ട് ഒരു ആ സിനിമയിലെ കഥാപാത്രങ്ങളെ ഒരുക്കി വെച്ചിരിക്കുന്നു. ആ ഒരു ഇതെങ്ങനെയായിരുന്നു? സന്തോഷ് ഇവന്റെ കൂടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അത് ഭയങ്കര, അതായത് ഞങ്ങളൊരു സാധാരണ നമുക്ക് ഇവിടെ ഒരു ഫോട്ടോഷൂട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം ഫുള്ള് വർക്ക് ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഒരു സിനിമയുടെ ക്രൂ തന്നെ ഉണ്ടാവും. ഒരു സിനിമയുടെ പോലെ ഒരു യൂണിറ്റ് ഉണ്ടാവും, ജനറേറ്റർ ഉണ്ടാവും, അതുപോലെ ക്യാമറ കാര്യങ്ങൾ. വളരെ കുറച്ച് ആൾക്കാരെ കുറവുള്ളൂ. ഒരു 100 പേരുണ്ടെങ്കിൽ ഒരു 30 പേര് കുറവുണ്ടാവുള്ളൂ, ബാക്കി 70 പേരും ഉണ്ടാവും അന്നത്തെ ഫോട്ടോഷൂട്ടിന്. നമ്മളെല്ലാ പ്രൊഡക്ഷൻ ടീം ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ അത് പ്രതീക്ഷിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ പോൾ ബത്തേരിയായിരുന്നു. പോളായിട്ട് ഞങ്ങളുടെ ടീം കോസ്റ്റ്യൂമിൻ്റെ ടീമൊക്കെ ആയിട്ട് ഞങ്ങൾ മുംബൈക്ക് ചെല്ലാൻ പറയാം. അപ്പം അന്ന് തിരുവോണം, ഞങ്ങൾ പോകുന്നതിൻ്റെ പിറ്റേ തിരുവോണമാണ്. ഞങ്ങളും വിചാരിച്ചത് ഷൂട്ട് ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ടാണ്. നമ്മൾ വിചാരിച്ചു തിരുവോണമായിട്ട് ഇപ്പോൾ വർക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോവാം. ഞങ്ങളവിടെ ചെന്ന് റൂമിൽ നിന്ന് സാറിൻ്റെ സ്റ്റുഡിയോയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വേറെ ആരുമില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി ഷൂട്ട് വേറെ സ്ഥലത്താണോ, കുറച്ചേരം വെയിറ്റ് ചെയ്യാം. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും രാജു വന്നു, സന്തോഷ് സാർ അപ്പോഴേക്കും വന്നപ്പോഴേക്കും തുടങ്ങാമല്ലേന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കുമ്പോൾ ആരുമില്ല. രാജു ഉണ്ട്, സന്തോഷ് സാറും ഉണ്ട്, ഞങ്ങൾ 2-3 പേരും, അവർ ഓഫീസ് സ്റ്റാഫും ഉള്ളു. അപ്പോൾ തന്നെ ലുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ പെട്ടെന്ന്, കാര്യം ഒരു വേറെ ലൈറ്റപ്പോ കാര്യങ്ങളൊന്നും ഇല്ല. പുള്ളിയുടെ തന്നെ ഒരു ഓഫീസിന്റെ ഫ്രണ്ടിൽ ഒരു ചെയർ ഇട്ടിട്ട് ഇരിക്കാൻ പറഞ്ഞു. അപ്പോഴാണ് രാജു പറഞ്ഞു സാർ റെഡി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ആ ഡ്രസ്സ് മാറ്റി ഒരു മുണ്ട് വറുത്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ വിഗ് സാധനമൊക്കെ ഓൾറെഡി റെഡി ആക്കിയിട്ടുണ്ട്, അതൊക്കെ ചെയ്തു. പിന്നെ ഈ ഷോൾഡർ ഇവിടെ ആയിട്ടൊരു ഹോഴ്സിൻ്റെ ഒരു വലിയ ടാറ്റോ ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ചു. ഒരു മണിക്കൂർ കൊണ്ട് ലുക്ക് ടെസ്റ്റും കഴിഞ്ഞു, ഫോട്ടോഷൂട്ടും കഴിഞ്ഞു. അപ്പം ഞാൻ വിചാരിക്കുക ഇതെന്താ, അതാണ് ശരിക്കും നമ്മൾ ഉറുമിയിലുള്ള എല്ലാ പോസ്റ്റർ ഡിസൈനും കൊടുത്തേക്കണേ. രാജു ഒരു മുട്ടുകാല് പൊക്കിയിട്ടിരിക്കുന്ന ഒരു സ്റ്റിലുണ്ട്, ഒരു ഒറ്റ ലൈറ്റ് മാത്രം വെച്ചിട്ട്. അപ്പോൾ അത് നമ്മൾ പറയുന്നത് ഒരു 10-100 പേര് വരും, ഒരു ദിവസം മൊത്തം ഷൂട്ടിംഗ് ആയിരിക്കും. അപ്പോൾ ആ ലുക്ക് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു അരമണിക്കൂർ കൊണ്ട് ഫിക്സായി. നമ്മൾ വേറെ ഡിസ്കഷൻ ഒന്നുമില്ല, നമ്മളത് ക്യാരക്ടർ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പറഞ്ഞു ഇതാണ് ചെയ്യാൻ പോണെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഫിക്സ് ചെയ്ത് ഓക്കെ.
അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത് സാമൂതിരി ഉൾപ്പെടെയുള്ള കഥാപാത്രങ്ങളെ ഇങ്ങനൊരു പാറ്റേണിലേക്ക് പിടിക്കാനുള്ള ഒരു ഐഡിയ എങ്ങനെയാണ് വന്നത്? സാറ് പറഞ്ഞു അത് വിദ്യാഭവനായിക്കോട്ടെ, അവര് നമ്മളെ ഒരു സോങ് ഉണ്ട്, വിദ്യാഭവന്റെ ഒരു സോങ് ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ വർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാം ഇതിന് ഭയങ്കര ഗ്ലാമർ മേക്കപ്പ് ഒക്കെ ഹിന്ദി സിനിമകളിലൊക്കെ ഉള്ള പോലെ. അപ്പൊ സാറ് പറഞ്ഞു അത് വേണ്ട, നമ്മുടെ ടീമുണ്ട്, നമുക്ക് നമ്മുടെ ട്രഡീഷണൽ ലുക്ക് തന്നെ വേണം, അങ്ങനത്തെ ഹെയർ സ്റ്റൈൽ വേണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീമിനെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിച്ച് ഈ തബു ആയിക്കോട്ടെ, ഇവര് വിദ്യാബാലൻ, ജനീലി, എല്ലാവർക്കും അവരുടെ എല്ലാ ലുക്കും നമ്മളെ കൊണ്ട് ചെയ്യും. കാര്യം നമുക്ക് ഒരു കേരള മലയാള സിനിമയാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഒരു കാര്യം ചോദിച്ചാൽ, ഇപ്പോൾ ബോളിവുഡ് ആർട്ടിസ്റ്റുകളോടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനിപ്പോൾ മലയാളത്തിലെയും മമ്മൂക്ക, ലാലേട്ടൻ തുടങ്ങിയിട്ട് പൃഥ്വി ഉൾപ്പെടെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വർക്ക്. ഇവർക്ക് എല്ലാവർക്കും തന്നെ പേഴ്സണൽ മേക്കപ്പ് ടീം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു പേഴ്സണൽ മേക്കപ്പ് ടീം ഉണ്ട്. അവരോടൊപ്പം നിങ്ങൾ വർക്ക് ചെയ്യുന്നത് എന്താണ് നിങ്ങളൊരു സ്പെസിഫിക് ജോബ്? അപ്പോൾ ആ ഒരു അല്ല, ഇത് ഇപ്പോൾ മമ്മൂക്കയുടെ കൂടെ ഉണ്ട്, ജോർജ് ചേട്ടൻ ഉണ്ട്, ലാൽ സാറിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ സീനിയർ ആയിട്ടുള്ള ആളുകൾ, വർഷങ്ങളായിട്ട് നിൽക്കുന്നവർ, അവർ എന്നേക്കാൾ സീനിയർ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം അത്ര ഏജുള്ള ആൾക്കാരായിരിക്കും. അവർ നമ്മളെ പോലെ തന്നെ വർക്ക് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ടീം വരുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഡിസ്കസ് ചെയ്ത്, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. കാര്യം ഏറ്റവും കൂടുതൽ മേക്കപ്പ് ചെയ്തേക്കുന്ന അവരെ കൂടെ നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് ഏതൊക്കെയാണ് കംഫർട്ടബിൾ, എങ്ങനെയൊക്കെ ചെയ്യാം, അത് ഡിസ്കസ് ചെയ്ത് ഡയറക്റ്റ് ചെയ്തിട്ട് അങ്ങനെ സീനിയർ ആയിട്ടുള്ള ആളുകളുടെ ഒപ്പം നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യും. ഇപ്പോൾ പാലേരി മണിക്കൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ വർഷത്തെ അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ 2 കൊടുക്കുള്ളൂ. ജോർജ് ചേട്ടനും ഉണ്ട്, എനിക്കുണ്ട്, ഞങ്ങൾക്ക് 2 പേർക്കാണ്. പക്ഷെ അങ്ങനെ സീനിയർ അല്ലാത്ത മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ കൂടെ ഉണ്ടാവും. ഇപ്പോൾ അവരുടെ സിനിമ മാത്രമല്ല, ഒരുപാട് ഫംഗ്ഷൻ കാര്യങ്ങൾ അവരുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം, പല ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നോർമലായിട്ടുള്ള സിനിമകളൊക്കെ ആണെങ്കിൽ ഒരു നോർമൽ മേക്കപ്പ് ആയിരിക്കും, പ്രത്യേകിച്ച് ലുക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ അവർ ചെയ്തോളും. അതല്ലാത്ത സിനിമകൾക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വർക്ക് വരികയാണെങ്കിൽ അത് നമ്മൾ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ടീം ചെയ്യണം. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അതിലൊരു അച്ചീവ്മെന്റോ അല്ലെങ്കിൽ വരുമ്പോൾ നമ്മുടെ സിംഗിൾ ടൈറ്റിലായിരിക്കും. കിട്ടുന്നു. ആ ക്യാരക്ടറിനെ എന്താ പറയാ, ആ ഒരു വളരെ ഇത് ഒരു അവസ്ഥയിലേക്ക് എത്തിയാണ്, അടച്ചിട്ട റൂമില് പിന്നെ ആ ക്യാരക്ടറിന്റെ ഒരു അവസ്ഥ ആ ഒരു ബോഡിയിൽ വ്യക്തമാകണം, ശരീരം മുഴുവൻ അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തണം. അതിന് എന്തൊക്കെയായിരുന്നു ചെയ്തത്? മാധുക്കുട്ടി ആദ്യം ഡിസ്കസ് ചെയ്തപ്പോൾ അപ്പം ഞാനും വിചാരിച്ചില്ല ഇതൊരു, അപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞ ചേട്ടൻ ഇങ്ങനെ വർക്കുണ്ട്, അതിലൊരു 10 ദിവസം ഇങ്ങനത്തെ സ്പെഷ്യൽ ഒരു വർക്കുണ്ട്, അപ്പോൾ അതിൽ 10 ദിവസം ചേട്ടൻ നിൽക്കണം, നിർബന്ധമായിട്ട് നിൽക്കണം. ഓൾറെഡി ഈ 2-3 സിനിമ നടക്കുക. ഞാൻ പറഞ്ഞു ശരി. അപ്പോൾ സ്ക്രിപ്റ്റ് കേട്ടിട്ട് എനിക്ക് ഈ വർക്ക് കൊള്ളാം എന്നുള്ളത് തോന്നി. അത് എനിക്ക് ഇതിൻ്റെ ലുക്ക് ടെസ്റ്റ് ചെയ്ത് പറഞ്ഞ പോലെ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ കുറേ റെഫറൻസ് ഒക്കെ എനിക്ക് തന്നു, ഞാനും എടുത്തു. ഞാൻ ഈ പറയുന്ന ഫ്രീസറിൽ പെട്ട ആളുകളുടെ എടുത്തപ്പോഴും നമുക്ക് കിട്ടുന്ന എല്ലാ റെഫറൻസും എല്ലാം ഫോറിനേഴ്സാണ്. നമുക്കൊരു ഇന്ത്യൻ സിനിമ ഒരു ആർട്ടിസ്റ്റ് അങ്ങനെ ചെയ്തതായിട്ടോ നമുക്ക് സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല. അപ്പം അത്രയും ഫെയർ സ്കിന്നായിട്ട് ഒരാൾക്ക് ഈ പറഞ്ഞ ഫ്രീസറിൽ ആക്കപ്പെടുമ്പോൾ വരുന്ന മാറ്റം, ഒരു ഫേസിലുണ്ടാകുന്ന കളർ ടോൺ ചേഞ്ചസ്, ആ ചേഞ്ചസ് നമുക്ക് കാണാൻ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇത് നമ്മുടെ ഇന്ത്യൻ ടോണിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈ കളർ ആയിരിക്കില്ല. അത് എന്ത് കളറാണെന്ന് നമുക്ക് പിടുത്തം കിട്ടണില്ല. അപ്പം ഞാനത് ഡിസ്കസ് ചെയ്തു. ഡിസ്കസ് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ അതിനു വേണ്ടി മെറ്റീരിയൽ കിട്ടുന്നുണ്ട്, പക്ഷെ അത് അവരുടെ സ്കില്ലിൽ അപ്ലൈ ചെയ്താലേ ആ റിസൾട്ട് കിട്ടും. ആ കളർ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ റിസൾട്ട് കിട്ടണില്ല. കാരണം പിന്നെ അതിനു വേണ്ടി നമ്മൾ ഡാർക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ റെഡിഷ് കൂട്ടുമ്പോൾ ഒരു ഭയങ്കര മേക്കപ്പ് ഫീൽ വരും. അപ്പോൾ ശരിക്കും നമ്മൾ അതിനു വേണ്ടി അങ്ങനെ ഒരു കളറ് നമ്മൾ കുറച്ച് മിക്സ് ചെയ്തൊരു കളർ റെഡിയാക്കി. അത് നമ്മൾ ഫോട്ടോഷോപ്പ് നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അതിനകത്ത് കുറച്ച് വ്യത്യാസം തോന്നി. പിന്നെ എന്തൊക്കെ മിക്സ് ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മൾ ആ കളർ ഫിക്സ് ചെയ്തത്. പിന്നെ മാത്തുകുട്ടി പറഞ്ഞു നമുക്ക് ഫസ്റ്റ് ഒരു പോസ്റ്റർ ഉണ്ടല്ലോ, ഇത് ഫുള്ള് ചുറ്റിയിട്ടുള്ളത്. അപ്പോൾ അതാണ് ലുക്ക് എന്ന് പറയും. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ഫ്രീസറിൽ നിന്ന് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഫ്രീസറിൽ തന്നെ ഒരു 8 മണിക്കൂറോളം ടൈം ലാപ്സ് കാണിക്കുന്നുണ്ട് ഓരോ. അപ്പം നമുക്ക് ഓരോ മണിക്കൂറിനും ഓരോ ചേഞ്ച് വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് വരെ നോർമൽ ലുക്ക് ചെയ്യണം, അതിൽ കുറേ സ്റ്റിൽ എടുക്കണം, അതിന് നെക്സ്റ്റ് ഫ്രീസറിൽ ചെന്ന് 1 മണിക്കൂർ, 2ാമത്തെ മണിക്കൂർ. അപ്പോൾ ഇത് ചെയ്ത് വരുമ്പോഴേക്കും എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് ഇത് മേക്കപ്പ് ആയി വരുന്നുണ്ട്, ശരിക്കും മേക്കപ്പ് ചെയ്ത ഫീല് വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ 2-3ാമത്തെ സ്റ്റേജൊക്കെ ആയപ്പോഴേക്കും ഞാൻ മാത്തുകുട്ടി പറഞ്ഞു, അതുകൊണ്ട് ഇനി നമ്മൾ കൂട്ടിയാൽ ഇത് ഭയങ്കര മേക്കപ്പ് ചെയ്ത ഫീൽ. ഒന്നാമത് നമ്മൾ ഈ ചെവിയൊക്കെ റെഡാവും, നോസിൻ്റെ എഡ്ജ് റെഡാവും, ഇവിടെ ചിന്ന് റെഡാവും. അപ്പോൾ ഇത് നമ്മൾ റെഡ് കൂട്ടുന്തോറും വേറൊരു ക്ലൗൺ ഫീലൊക്കെ വരും, ഇവിടെ മാത്രം ചുവന്നിട്ട്. അപ്പോൾ ഞാനത് നിർത്തി. ഞാൻ പറഞ്ഞു ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല, അതുകൊണ്ട് നമുക്ക് നിങ്ങളൊരു കാര്യം ഫൈനൽ ലുക്ക് ഒരു ഫിക്സ് ചെയ്യണ്ട. നമുക്കൊരു 8 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 8 ലുക്കല്ലേ കാണിക്കാൻ പോകുന്നത്. ഈ ഫൈനൽ ലുക്ക് ഞാൻ കാണിക്കാം, അതിൽ എത്രത്തോളം നിങ്ങൾക്ക് വേണ്ടി വരും എന്നുള്ളത് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അത് ചെയ്തപ്പോൾ പറഞ്ഞു ചേട്ടാ കുറച്ചുകൂടി ആവാം, അതില്ലെങ്കിൽ നമുക്ക് മറ്റേ ഫസ്റ്റ് ആയിട്ടുള്ള ചേഞ്ചസ് കിട്ടുള്ളൂ. അങ്ങനെ അതൊരു ഫിക്സ് ചെയ്ത് നമ്മൾ 8ാമത്തെ ലാസ്റ്റ് അവറിലുള്ള ലുക്ക് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ എളുപ്പമാണ്. കാരണം വെച്ചാൽ അതിൽ നിന്ന് റിമൂവ് നമ്മൾ ബാക്കിലേക്ക് വന്ന് നോർമൽ സ്കില്ലായി കഴിയുമ്പോഴേക്കും പിന്നെ ഈസി ആയിരുന്നു വർക്ക്. ഈ ഫൈറ്റ് സീൻസിലൊക്കെ നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വരുമല്ലോ, ഈ വൂണ്ട് കാര്യങ്ങളൊക്കെ.
അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടാണോ, എങ്ങനെയാണ് അതിന്റെ ഒരു, ഇപ്പൊ ഈ കങ്കുവെ തന്നെ പറയുവാണെങ്കിൽ ഒരുപാട് വാർ സീൻസും അതെ യുദ്ധം ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഈ ഓരോ ആർട്ടിസ്റ്റിനെയും വിളിച്ചിപ്പോ ഇന്ന സ്ഥലത്ത് വൂണ്ട് അത് എങ്ങനെയാണ് നിങ്ങൾ അത് മൈന്യൂട്ട് ആയിട്ടുള്ള മൂൺസ് പോലും ചിലപ്പോ അല്ല അത് ബുദ്ധിമുട്ടല്ല, അത് നമുക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമല്ല, ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടല്ല നമ്മൾ വർക്ക് ചെയ്യണത്. പിന്നെ ഇത് ആക്ഷനൊക്കെ ആകുമ്പോൾ നമ്മള് അല്ല മൂൺസ് റിയലിസ്റ്റിക്കും കൂടെ ആക്കണമല്ലോ. അത് എന്താ പറയുക കൂടുതലും ഈ ഇപ്പൊ നമുക്കൊരു ക്യാരക്ടർ ചില ഇതുണ്ടാവും, ഒരു കഥ പറച്ചിലുണ്ടാവല്ലോ. അപ്പൊ നമ്മൾ അത് കഴിഞ്ഞിട്ടൊരു സീക്വൻസ് ഒക്കെ എടുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ അത് കഴിഞ്ഞൊരു 10 സീൻ കഴിഞ്ഞിട്ട്. അപ്പൊ അത്ര വലിയൊരു മുറിവ് കാര്യമൊക്കെ ആണെങ്കിൽ അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടാവും. അപ്പൊ പറഞ്ഞിട്ടുണ്ടാവും, കഥയെ തന്നെ പറഞ്ഞിട്ടുണ്ടാവും, അന്ന് കിട്ടിയ എന്തെങ്കിലും വെട്ടോ മുറിവൊക്കെ അതിന്റെ പാടായിരിക്കും, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് 10 വർഷം മുമ്പ് കിട്ടിയ അങ്ങനത്തെ ഒരു അപകടമൊക്കെ ആയിരിക്കും. അപ്പൊ അതൊക്കെ ആകുമ്പോൾ നമുക്ക് ഫിക്സ് ആയിട്ടുണ്ടാവും. പക്ഷെ അല്ലാതെ നമ്മളൊരു ആക്ഷൻ എടുക്കുമ്പോൾ ചിലപ്പോൾ ഈ കോറിയോഗ്രാഫൊക്കെ കൂടുതലും നമ്മൾ സ്പോട്ടിലായിരിക്കും അവർ ഇത് ചെയ്യണത്, കൊറിയോഗ്രാഫി ചെയ്യണത്, പ്ലാൻ ചെയ്യണത്. അപ്പോൾ ഈ സ്പോട്ടിൽ ഓരോ വൂണ്ട് അല്ലെങ്കിൽ ഓരോ ഇവരെ എടുക്കുന്ന ഇപ്പം നൈഫ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ടൂള്, ആ ടൂള് വെച്ചിട്ട് ആ സ്പോട്ടിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇമ്മീഡിയറ്റ് ചെയ്യേണ്ടി വരും. അത് നമുക്ക് കുറച്ച് നമ്മൾ ഒരു മേക്കപ്പ് റൂമിൽ ഇരുന്നിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യണതും അല്ലാതെ ഒരു സ്പോട്ടിൽ ചെയ്യണ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നമുക്ക് കുറച്ച് നല്ല വർക്ക് വരും. അതിപ്പോൾ ഒരുപാട് പേര് വരും, അത് എങ്ങനെയൊക്കെ വെട്ട് വരുന്നു അല്ലെങ്കിൽ എങ്ങനെയൊക്കെ മുറി വരുന്നു അല്ലെങ്കിൽ ബ്ലഡ് എങ്ങനെ പമ്പ് ചെയ്യുന്നു, അതൊക്കെ ആ സമയത്ത് കിട്ടുള്ളൂ. അതെ, നമുക്കൊരു അത് അടുത്ത ഷോട്ട് പ്ലാൻ ചെയ്തതിന് മുമ്പേ നമുക്കത് കിട്ടുള്ളൂ. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു ഫൈറ്റ് സീക്വൻസ് വരുമ്പോൾ നമ്മൾ പ്ലാൻഡ് ആയിരിക്കും, റെഡി ആയിട്ടായിരിക്കും. നമ്മൾ അവർ ഓൾറെഡി റിഹേഴ്സൽ ചെയ്യുമ്പോൾ നമ്മുടെ ടീം ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ അൻബർ ആയിക്കോട്ടെ സുപ്രീം സുന്ദർ ആയിക്കോട്ടെ, നമ്മൾ അവർ ഷൂട്ടിന് മുമ്പ് ഞങ്ങളായിട്ട് മീറ്റിംഗ് ഉണ്ടാവും, അവർ പ്ലാൻ ചെയ്യും. ഇപ്പൊ നമ്മളൊരു സീൻ പ്ലാൻ ചെയ്യുന്ന പോലെ തന്നെ ഒരു ആക്ഷൻ പ്ലാൻ ചെയ്യും. അപ്പൊ അതിലെന്തൊക്കെ പ്രോപ്പർട്ടികൾ വരും, ഏതൊക്കെ വൂണ്ടുകൾ വരും, എവിടെയൊക്കെയാണ് മാർക്കുകൾ വരുന്നത്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ്. അപ്പൊ അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും വർക്ക് ചെയ്യാൻ. ഓരോ വൂണ്ടിന്റെ പാറ്റേൺ ഒക്കെ പറയോ. അതുപോലെ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആൾക്കാർ നിങ്ങളുടെ ഒരു ഡിപ്പാർട്ട്മെന്റ് അതുപോലെ തന്നെ കണക്ട് ആവേണ്ടതാണ് കലാ സംവിധാനവും കോസ്റ്റ്യൂം. അപ്പൊ ഈ ഒരു 2 ഡിപ്പാർട്ട്മെന്റുമായിട്ട് നിങ്ങൾ ഒരുപാട് ബന്ധപ്പെടാനായിരിക്കും ഒരു സിനിമയ്ക്ക് വേണ്ടി. കാര്യം നമ്മൾ ഇത് ഒരുമിച്ചിരുന്ന് ഇവരെ ശരിക്കും ഇത് വരുമ്പോ ഇത് ഞങ്ങളുടെ വർക്ക്, ഇത് അവരെ വർക്ക് എന്നുള്ളൊരു തിരിക്കാൻ പറ്റില്ല. ഇപ്പൊ കോസ്റ്റ്യൂമിൽ അങ്ങനെ ഒരു പെട്ടെന്ന് ഇയാൾ വീണ് മറിഞ്ഞു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കുറച്ച് ഡള്ള് ഒരു ആക്ഷൻ കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ അതിനകത്ത് ബ്ലഡ് പൗഡർ ഇതൊക്കെ ഡാർക്ക് പൗഡർ അല്ലെങ്കിൽ പൊടിയൊക്കെ വേണമെങ്കിൽ അത് നമ്മൾ ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ അത് കോസ്റ്റ്യൂമിന്റെ ജോലിയാണ്. കാര്യം അതെല്ലാം ഡ്രസ്സിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റാണ്. പക്ഷെ ഞങ്ങൾ അങ്ങനെ നോക്കാറില്ല. കാര്യം അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി റിയൽ ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരു ബ്ലഡ് എങ്ങനെ പമ്പ് ചെയ്താൽ തെറിക്കും, അല്ലെങ്കിൽ ഒരു പൊടി എങ്ങനെ മേത്തി വിടേണ്ടാവും. അപ്പൊ ആ സമയത്ത് നമ്മൾ അങ്ങനത്തെ ഒരു അത് അവരുടെ ജോലി ഞങ്ങളുടെ ജോലി ഒന്നും പറയാൻ പറ്റില്ല. അത് അങ്ങനെ ഒരു ടീം വർക്കാണുള്ള. പിന്നെ ഇപ്പൊ ഒരുപാട് മലയാള സിനിമകളിൽ ഈ വിഗിന്റെ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് മലയാള സിനിമ കാണുമ്പോൾ പറയാം, പ്രേക്ഷകർക്ക് മനസ്സിലായി ഇത് വിഗാണ്. അപ്പൊ ഇത് വിഗ് അല്ല എന്നൊരു തോന്നൽ അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര ചാലഞ്ചാണ്. ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാല് ഈ നമ്മൾ ചെയ്തെടുക്കുന്ന വിഗ് അങ്ങനെ എടുത്ത് തലയിൽ വയ്ക്കാതിരുന്നത് അവർക്ക് കുറച്ച് നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റൈൽ, അതായത് എങ്ങനെ എത്രത്തോളം നാച്ചുറൽ ആക്കാം. പിന്നെ മാക്സിമം ഇവരുടെ റിയൽ ഹെയർ കൂടി മിക്സ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അങ്ങനെ ചെയ്യണം. ഇപ്പൊ മിക്ക വർക്കുകളും നമുക്ക് അങ്ങനെ ചെയ്യണം. ക്യാരക്ടേഴ്സിന് പ്രായമാക്കുക, മാലിക് ആയിക്കൊള്ളട്ടെ ആർക്കറിയാമിക്കൂടെ, അതിലൂടെ സ്റ്റേറ്റ് അവാർഡും കിട്ടുന്നു. ക്യാരക്ടേഴ്സിന് ഒരു മധ്യവയസ്കന് അല്ലെങ്കിൽ പ്രായമായ ഒരു ഗെറ്റപ്പിലേക്ക് എത്തിക്കുക. പൊതുവെ കാലങ്ങളായിട്ട് മലയാള സിനിമയിൽ ആണെങ്കിൽ പൊതുവെ സിനിമകളിൽ പറയുന്ന അവരെ നരപ്പിക്കുക, നരച്ച വിഗ് വെക്കുക, അദ്ദേഹത്തെ ചുളിവുകൾ ഇടുക, അങ്ങനെയുള്ള പാറ്റേണുകളൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് മാലിക്കിലേക്ക് ആർക്കറിയാമിലേക്ക് വന്നു കഴിഞ്ഞാൽ ബിജു ചേട്ടന് വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് ആ ഒരു ക്യാരക്ടറിനെ ആ ഒരു പ്രായത്തിലേക്ക് എത്തിക്കുന്നത്. ആ ഒരു കൺവെൻഷണൽ മെത്തേഡ്സ് എല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള ആ ഒരു പാറ്റേൺ റെഫറൻസ് എടുക്കുന്നത് എങ്ങനെയാണ്? ആൾക്കാരെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നതിന്റെ ഒരു ഗുണമാണോ? ഉണ്ട്. നമ്മൾ ആ ക്യാരക്ടറൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പല ആളുകളെ കണ്ട് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു ഏജ് ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു പാലയിലുള്ള ഒരു ഇട്ടിയവരെ പോലത്ത് നമ്മൾ വെറുതെ എങ്കിലും കണ്ടു കാണും. പക്ഷെ നമുക്ക് ആ പടത്തിൽ കിട്ടിയെന്ന് വെച്ചാൽ ശരിക്കും ബീച്ചാണ് ആയിരുന്നില്ല, വേറൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു അത് പറഞ്ഞിരുന്നത്. അപ്പോൾ ഡയറക്ടർ സനിച്ചേട്ടൻ പറഞ്ഞു, രഞ്ജിത്ത് ഇദ്ദേഹമാണ് ചെയ്യണത്. അപ്പോൾ ഓൾറെഡി അദ്ദേഹം ഒരു 2-3 സിനിമ ഏജ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പമായിരുന്നു. ഇനി ആ ഏജ് അല്ലാതെ വേറൊരു ഏജ് പിടിക്കണം. ആ 2-3 സിനിമകളിൽ വന്നൊരു ലുക്ക് അല്ലാത്ത ഒരു ഏജ് ആയിട്ടുള്ള ലുക്ക് വരും. അപ്പം നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആലോചിച്ച് പല സ്കെച്ചുകൾ നമ്മൾ ചെയ്യാൻ തുടങ്ങി. ആ സമയത്താണ് പറഞ്ഞത് ആർട്ടിസ്റ്റ് അല്ല ചെയ്യുന്നത്, ചെറിയ ചേഞ്ച് ഉണ്ട്, ഈ ക്യാരക്ടർ ബീച്ചാണ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ നമ്മൾ ബീച്ചായിട്ടാണ്, ഞാൻ ബീച്ചായിട്ട് വരച്ചിട്ട് നമ്മൾ ആലോചിക്കില്ല ബീച്ചായിട്ട് വയസ്സായി കഴിഞ്ഞാൽ ഒരു 60 വയസ്സായി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും വെറുതെ ഇമാജിൻ ചെയ്യും. പക്ഷെ എങ്ങനെ ഇമാജിൻ ചെയ്തിട്ട് എനിക്ക് ബീച്ചാട്ടനെ വിട്ടു പോകണില്ല. അതായത് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിട്ടില്ല, നമ്മളൊരു സിനിമയിൽ പോലും ബീച്ചേട്ടനെ താടിയില്ലാത്ത പുള്ളി വന്ന കാലം തൊട്ട് അതേ ഏജ് അതേ ക്യാരക്ടർ. അപ്പം നമുക്ക് മാറ്റാൻ പറ്റണില്ല, ഇത് മനസ്സുകൊണ്ട് പോലും മാറ്റാൻ പറ്റണില്ല. പിന്നെ സ്കെച്ചൊക്കെ ചെയ്ത് എന്താ കാര്യം അങ്ങനെ ആലോചിച്ച് അപ്പോൾ ഏറ്റവും രസം എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ക്രിപ്റ്റ് പറയാൻ വേണ്ടി സനിച്ചേട്ടൻ ബീച്ചേട്ടൻ്റെ വീട്ടിൽ ചെന്നപ്പോഴും
സ്ക്രിപ്റ്റ് എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബീച്ചേട്ടൻ ചോദിക്കുന്നത് ഫസ്റ്റ് ചോദിച്ചാൽ ആ ഷറഫത്തിന്റെ ക്യാരക്ടർ ഉണ്ടല്ലോ ബീച്ചേട്ടൻ വിചാരിക്കുന്നത് അതാണ് ഞാൻ ചെയ്ത ക്യാരക്ടർ. അപ്പൊ ഇട്ടിയവരാരാ ചെയ്യണമെന്ന് വെച്ചുകൊണ്ട് അപ്പോഴാ നല്ലതാട്ടോ ഇട്ടിയവരെ ചേട്ടനാ ചെയ്യണേ. അപ്പൊ പുള്ളിക്ക് പോലെ അത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് പുള്ളി ഓക്കെ ഒക്കെ പറഞ്ഞത്. അങ്ങനെ ഒരു ലുക്ക് ടെസ്റ്റ്, ശരിക്കും ഞാൻ ചെയ്ത വർക്കുകളിൽ ലുക്ക് ടെസ്റ്റ് നമ്മളൊരു ക്യാരക്ടർ ഫിക്സ് ചെയ്യാൻ എടുത്ത ഒരു ടൈം അതാണ്. ഒരു ദിവസം എടുത്തു, ഒരു ഫുൾ ഡേ നമ്മൾ എടുത്തത്. ഏറ്റവും ചലഞ്ചിങ് ആയിരുന്നു ലുക്ക് ടെസ്റ്റിന് വേണ്ടി. കാര്യം പറയാൻ നമ്മളെ ഒന്നാമത് ബീച്ചേട്ടനായിട്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ട് അങ്ങനെ വിഗോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഇയാളുടെ ഹെയറോ അല്ലെങ്കിൽ അങ്ങനെ സ്കിൻ നമ്മൾ കയറ്റി വേറൊരു പ്രോസ്തറ്റിക് വരെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് വേണ്ട, ഒരു കുറച്ചുകൂടി അങ്ങനെ റിയലായിട്ട് ചെയ്യാം. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഹെയറും അദ്ദേഹത്തിൻ്റെ മീശയും അദ്ദേഹത്തിൻ്റെ സ്കിന്ന് അതിൽ തന്നെ നമ്മൾ വർക്ക് ചെയ്ത് അത് ടൈം എടുത്ത് ഭയങ്കരമായിട്ട്. ഒരു ദിവസമായപ്പോഴാണ് നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് കാര്യം നമ്മളിതിൽ തന്നെ നോക്കി വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ വരുന്ന ചേഞ്ചസ് നമുക്ക് മനസ്സിലാവണില്ല. അത് കഴിഞ്ഞ് ഒരു ടീഷർട്ട് പുള്ളി ഇട്ടത്, അപ്പോൾ ടീഷർട്ട് മാറ്റി ഒരു ലൂസ് ഷർട്ട് ഇടാന്ന് പറഞ്ഞു, ഒരു ഷർട്ടും മുണ്ടും ഇട്ട് പുറത്ത് വന്നപ്പോഴാണ് ഡയറക്ടറൊക്കെ നോക്കി ഒരു സെക്കൻഡ് കഴിഞ്ഞ് നമ്മളൊരാളെ നോക്കിയിട്ട് തിരിയുമല്ലോ അറിയാത്ത പോലെ, ആ നോട്ടത്തിലെ നമുക്ക് മനസ്സിലായത് ഇത് മാറ്റം ഉണ്ടെന്നുള്ളത്. അതായത് ഒരാൾ വന്നു, അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ആ ബീച്ചേട്ടൻ അല്ലേ എന്നുള്ളത്. അപ്പോഴാണ് ശരിക്കും നമുക്കത് ഡയറക്ടർക്ക് ഓക്കെ ചെയ്ത്. പക്ഷെ നമുക്ക് അതാ ഒരു ദിവസം എടുത്തെങ്കിലും ഷൂട്ടിനൊക്കെ സിമ്പിളാ ആയിരുന്നെങ്കിൽ നമുക്കൊരു അരമണിക്കൂർ മതി റെഡിയാ. ക്യാമറ മറ്റേ നമ്മൾ ഇങ്ങനത്തെ ഒരു ഏജ് ഗെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞാൽ 2 മണിക്കൂർ മുമ്പ് ആർട്ടിസ്റ്റിനെ കൊണ്ട് മേക്കപ്പ് ചെയ്ത് പിന്നെ 2 മണിക്കൂർ. ഇതങ്ങനെയല്ല, ക്യാമറ ഒക്കെ റെഡി ആയി കഴിഞ്ഞാൽ പുള്ളി ഡ്രസ്സ് മാറുന്ന പോലെ തന്നെ മേക്കപ്പ് കഴിഞ്ഞാൽ എളുപ്പമായിരുന്നു അവർക്ക്. അതുപോലെ തന്നെ ഒരുപാട് ചർച്ച ചെയ്തതാണ് മാലിക്കിലെ ഫഹദ് ഫാസിലിന്റെ പ്രായമായത്. അത് എല്ലാവർക്കും കൺവിൻസ് ആവുകയും ചെയ്തു. ഫഹദ് ഫാസിലിന് ഒരു പ്രായമായിട്ടൊരു മനുഷ്യനാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മളൊന്ന് ചിന്തിക്കും ഇദ്ദേഹത്തെ, കാരണം ആ സമയത്ത് ഫഹദ് കുറച്ച് സ്ലിം ആയിട്ടാണ് ഇരുന്നത്. അപ്പൊ ഈ പ്രായമാകുമ്പോഴും മെലിഞ്ഞ ഒരു ശരീരത്തിന് തന്നെയാണ് ശരീരത്തിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വരത്തില്ല, വ്യക്തമായിട്ട് പ്രായം ഫീൽ ചെയ്യുകയും ചെയ്യണം. അത് ഇത് നേരത്തെ പറഞ്ഞ ഈ നമുക്ക് എന്തായാലും ഏജ് ആക്കണമെങ്കിൽ നമുക്കൊരു മുടി നരയ്ക്കണം. പ്രത്യേകിച്ച് അങ്ങനെ ഒരു മുടിയൊന്നും ലെങ്ത് മുടിയൊന്നും ഇല്ല ഫഹദിന്. അപ്പോൾ ഷാനിന് അങ്ങനെ ഹെയർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ചെയ്തേ പറ്റുള്ളൂ. അഡീഷണൽ എന്തെങ്കിലും ഹെയറോ വിഗ് ചെയ്യാതെ ആ ക്യാരക്ടറിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ആ വിഗ് നമ്മൾ പറഞ്ഞ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിഗ് എടുത്ത് വെറുതെ തലയിൽ വെക്കാതെ അതിലെങ്ങനെ റിയലായിട്ട് നമ്മൾ വിഗ് ഒന്നല്ല വെച്ചേക്കണം. വിഗ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു പാച്ച്, അത് ചെറിയൊരു പാച്ച് വെച്ചിട്ട് ബാക്കി അതിനകത്ത് നമ്മൾ വെച്ചേക്കുന്ന പാച്ച് ഏതാണ് അദ്ദേഹത്തിന്റെ റിയൽ മുടി ഏതാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത്രയും മാച്ച് ചെയ്തിട്ട് നമ്മൾ ചെയ്തേക്കണം. അങ്ങനെ ചെയ്താൽ നമുക്ക് പറഞ്ഞാൽ ഈ റിസൾട്ട് കിട്ടും. അങ്ങനെയാണ് ആ ക്യാരക്ടറിനെ കിട്ടിയത്. കങ്കുവയിലൊക്കെ ആയാലും അതിന് മുന്നോട്ട് സിനിമകൾ പ്രോസ്തെറ്റിക്സിന്റെ സാധ്യതകൾ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഈ പ്രോസ്തെറ്റിക്സിന്റെ സാധ്യതകളിലേക്ക് എങ്ങനെയാണ് കൂടുതൽ വർക്ക് ചെയ്യാമെന്നുള്ള ഒരു കാര്യം വരുന്നത്? അല്ലോ അതിന് ഭയങ്കര സ്കോപ്പ് ഉണ്ട് തോന്നി. കാര്യം പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ സൗത്തിൽ അങ്ങനെ പ്രോസ്തെറ്റിക് ഒന്നും ആളുകളില്ല. ഇപ്പൊ എന്റെ റഷ്യക്ക് ചീഫൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും ഒരുപാട് പേര് പുറത്തുനിന്നൊക്കെ വരുന്നുണ്ട് അതിന് വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാനും. നോർത്തിൽ നിന്നൊക്കെ ഒരുപാട് പേര്, നോർത്തിന് കുറച്ചുകൂടി ആളുകളുണ്ട് വർക്ക് ചെയ്യാൻ. അപ്പൊ ഇവിടെ അതിനുള്ളൊരു സ്കോപ്പ് ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ എനിക്ക് കിട്ടിയ 1-2 വർക്കുകളും ഇപ്പം ആടുജീവിതമൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേറൊരു വലിയ ടീമിനെ വെച്ച് വർക്ക് ചെയ്യാമെന്ന് ആലോചിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് ഈ പ്രോസ്തെറ്റിക്കിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ടെക്നീഷ്യനെ കൊണ്ടുവരാം, അങ്ങനെ ഡിസ്കഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ സിനിമ 18 ആയപ്പോഴേക്കും നമ്മൾ ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. അതിനോടൊപ്പം അതൊരു ജേണിയായി. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാനും പറ്റി. അപ്പൊ അതൊക്കെ ചെയ്തുകൊണ്ടാണ് നമുക്ക് കങ്കുവൊക്കെ കുറച്ചുകൂടി ഈസി ആക്കാൻ പറ്റുന്നത്. ഈ പ്രോസ്തെറ്റിക്സ് റിലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ക്യൂരിയസ് ആയിട്ട് ഇപ്പൊ ഇനി വർക്ക് ചെയ്യുന്നത് തഗ് ലൈഫിലാണ്. ഇപ്പൊ അദ്ദേഹം വർക്ക് വരുന്ന ഒരു മെയിൻ പ്രോജക്റ്റ്, അതായത് പ്രോസ്തെറ്റിക്സ് ഒക്കെ നമ്മൾ കേട്ടുപോലും പരിചയമില്ലാത്ത കാലത്ത് ഇന്ത്യനിൽ വർക്ക് ചെയ്ത് വളരെ ഇതാക്കി ഒരു വ്യക്തിയാണ് കമൽഹാസൻ. അദ്ദേഹത്തിനൊപ്പം ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച സംവിധായകൻ എന്ന് പറയാം മണിരത്നം. ആ ഒരു ടീമിനൊപ്പം വർക്ക് ചെയ്തു. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അല്ല, അവിടെ നമ്മൾ വർക്ക് ചെയ്യാൻ പോയതല്ല ശരിക്കും, അവിടെ വർക്ക് പഠിക്കാനും പോയേക്കണേ. കാര്യം അവിടെ കമൽ സാർ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ആയിക്കോട്ടെ, അവർക്ക് ഈ മേക്കപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഇതൊക്കെ നമ്മളവിടെ പോയിട്ട് കണ്ടുപിടിക്കുകയാണ്. അതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ശരിക്കും നമ്മൾ അതിനുവേണ്ടി തന്നെ പോയതാണ്. അവിടെ പോയിട്ട് എനിക്ക് പറഞ്ഞ പോലെ നമുക്ക് ഈ ഹെലനിലൊക്കെ നമുക്ക് കിട്ടാതിരുന്ന പല മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ എനിക്ക് തരുന്നു. പറഞ്ഞുതരല്ല, എനിക്ക് ആ വർക്ക് കഴിഞ്ഞപ്പോൾ കുറച്ച് ഒരു 2 ലക്ഷം രൂപയുടെ മെറ്റീരിയൽ എനിക്ക് ഫ്രീ ആയിട്ട് തന്നു. പല പ്രോസ്തെറ്റിക്കിൻ്റെ നമുക്കിവിടെ കിട്ടുന്നതും കിട്ടാത്തതൊക്കെ ആയിട്ടുള്ള. അത് മാത്രമല്ല, നമുക്ക് അങ്ങനെ മെറ്റീരിയൽ ആവശ്യമുണ്ട്, പക്ഷേ ഇങ്ങനൊരു മെറ്റീരിയൽ ഉണ്ടോ പോലെ നമുക്കറിയില്ല. അതിൻ്റെ എന്താണ് യൂസേജ്, നമ്മൾ എന്താണ് അതിൻ്റെ വർക്ക് എന്ന് അറിയപ്പോഴാണ് ഒരു ഇന്ന മെറ്റീരിയൽ ആണെന്ന് അറിയണത്. അതുവരെ പുള്ളിയുടെ കയ്യിലുണ്ട്. അതെ, അതാണെങ്കിൽ അമേരിക്കയിലൊക്കെ പോയി പഠിച്ചിട്ടുള്ള ആളാണ് മേക്കപ്പിന്റെ കാര്യങ്ങൾ. അത് എങ്ങനെ ഉണ്ടായിരുന്നു? അദ്ദേഹത്തോടൊപ്പം സംസാരിക്കുക, മേക്കപ്പിന്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് നോക്കാറുണ്ടോ? കണ്ടു. കാര്യം നമ്മളിപ്പോൾ അവരുടെ ടീം ഉണ്ടെങ്കിൽ പോലും ബാക്കി പ്രോസ്തെറ്റിക്കിൻ്റെ അവർ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത് വയ്ക്കുക. അപ്പോൾ പുള്ളിക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മൾ നോക്കി നിൽക്കുന്നത്. ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല, എനിക്ക് അടുത്ത് പോയി നിൽക്കാം, അത് ശ്രദ്ധിക്കാം. വേറെ ടീമിന് പോയിട്ട് നിൽക്കാൻ പറ്റില്ല അങ്ങനെ. കാര്യം അവർ സെക്യൂരിറ്റീസ് ആൾക്കാരൊക്കെ ഉണ്ട്, നമുക്ക് ആ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. മണിരത്നം ഇപ്പൊ കടലിന് ശേഷം
കുറെ വർഷങ്ങൾക്ക് കടൽ വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ പെടും. മണിസാറിന്റെ സ്റ്റൈൽ എങ്ങനെയാണ്? എല്ലാവരും നോക്കിക്കാണുന്ന ഒരു അത്രയും ഒരു സിനിമാ വിദ്യാർത്ഥികൾ കൊതിയോടെ നോക്കുന്ന ഒരു ഫിലിം മേക്കറാണ്. മണിസാറിന്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും സിനിമ പോലെ ആവില്ല ഒരു സിനിമ. പുള്ളിയുടെ എല്ലാ ഡയലോഗിലും അങ്ങനെ വരും. അതായത് ഇപ്പൊ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞുതരാം. ഒരു ചെറിയൊരു ഒരു സൈക്കിളിൽ ഒരു കുട്ടി വീണു, ചെറിയൊരു ബാൻഡേഡ്. ഫസ്റ്റ് ദിവസം ആകുമ്പോൾ നമ്മൾ ചെറിയ ബ്ലഡ് കാണിക്കും, ചിലപ്പോൾ രണ്ടാം ദിവസം ആകുമ്പോൾ ഒരു ബാൻഡേഡ് ആയിരിക്കും. അത് കഴിഞ്ഞ് മൂന്നാം ദിവസം അപ്പം ഞാൻ പോയിട്ട് ഡിസ്കസ് സാർ ഇത് എത്രാമത്തെ ദിവസം, 3rd ഡേ അല്ലെങ്കിൽ 4th ഡേ, അപ്പോൾ പറയും നമുക്ക് ഒരു ബാൻഡേഡ്. അത് കഴിഞ്ഞ് ആലോചിക്കും 3 ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് ബാൻഡേഡ് ഒന്നും കാണില്ല, അല്ലെങ്കിൽ അത്രയും ഒരു ബാൻഡേഡ് 3 ദിവസം നിൽക്കില്ല, അപ്പോൾ ബാൻഡേഡ് വേണ്ട. അപ്പം അത്രയും ഡീറ്റെയിലിംഗ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് ഡിസ്കസ് എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും പറയുന്ന വൂണ്ടിൻ്റെ ചെറിയൊരു സ്ക്രാച്ച് പോലെ കൊടുക്കാൻ പറയും. അതായത് 3 days കഴിഞ്ഞിട്ട്. എന്നാൽ അത് കാണണമെന്നില്ല, അതായത് നമ്മളെ കാണിക്കാൻ വേണ്ടി കിടണ്ട, അവിടെ ഉണ്ടെന്ന് ഒരു ഷെയ്ഡ് പോലെ കിടന്നോട്ടെ. ഇതെല്ലാം പറഞ്ഞിട്ട് പറയും എന്ത് ചെയ്താലും സിനിമ പോലെ ആവരുത്, ഇതാണ് ഫൈനൽ. എന്ത് കാര്യം പറഞ്ഞു തന്നാലും. അപ്പം നമുക്കതറിയോ, ഒരിക്കലും സിനിമയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ സിനിമയിൽ കാണുന്ന പോലത്തെ ഒരു വർക്കാവരുത്. അപ്പം നമ്മൾ കുറച്ചുകൂടി, അപ്പം എനിക്ക് കടൽ വർക്ക് ചെയ്തുകൊണ്ട് ഇത് പുള്ളിയെക്കുറിച്ച് എനിക്ക് അറിയാം. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും അപ്പം നമ്മളതിനെ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങി. ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ഞാൻ തന്നെ അവസരം ഇല്ല സാർ സിനിമ പോലെ ആവില്ല എന്ന് പറയും, നമ്മളറിയാണ്ട് പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, പുള്ളിക്ക് ഇപ്പോഴും സിനിമ ചെയ്യാനുള്ള ഒരു എനർജി ഉണ്ട്, ഒരു ആവേശം ഉണ്ടല്ലോ. അത് നമുക്കറിയാം. നമ്മൾ പുറത്തൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ പുള്ളി ഓടുന്നതും ചെയ്യുന്നതും ഒരു ടയേർഡ് ഉണ്ടാവില്ല. അതായത് സിനിമയില്ലാതെ വേറെ ചിന്തയില്ല. നമുക്ക് ഒരു നിമിഷം പോലും പുള്ളിയുടെ മുഖത്ത് സിനിമ അല്ലാതെ വേറെ ഒന്നും കാണാൻ പറ്റില്ല. അല്ലാതെ വേറൊരു നമ്മളിപ്പോൾ ക്യാഷ് ആയിട്ട് വർത്താനം പറഞ്ഞ പോലൊക്കെ വളരെ റെയറാണ്. ഒരു ദിവസത്തിൽ ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ കിട്ടി. അല്ലാണ്ട് കണ്ടിന്യൂസ് ഫുള്ളി ഇതിൽ ഡിസ്കഷൻ ആയിരിക്കും. പുള്ളിയുടെ മുഖത്ത് സിനിമ തന്നെ ആയിരിക്കും. കമലിന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ എങ്ങനെയായിരിക്കും? അദ്ദേഹത്തിന്റെ ലുക്സ് ഒക്കെ എങ്ങനെയാണ്? ലുക്സ് ഒന്നും ഇപ്പൊ പുറത്ത് പറയാൻ പാടില്ല. ലുക്സ് ഉണ്ട്, രണ്ട് ലുക്സ് ആണ് നമ്മൾ ടീച്ചറിൽ മറ്റേ പുതിയതായിട്ട് കണ്ടത്. അതെല്ലാം വേറെ ഉണ്ട് കാണല്ലേ. ഇനി അടുത്ത വരാനിരിക്കുന്ന ചിത്രം മഹേഷ് നാരായണൻ. അതെ, നാളെ ഞങ്ങൾ ശ്രീലങ്ക സ്റ്റാർട്ട് ചെയ്യാം. അത് വലിയൊരു സിനിമയാണ്. ലാലേട്ടൻ, മമ്മൂക്ക, എല്ലാവരും ഉണ്ട്. മമ്മൂക്ക, ഫഹദ്, ചാക്കോച്ചൻ, ലാലേട്ടനൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഉണ്ട്. നമുക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം തുടങ്ങും. എങ്ങനെയാണ് അവരുടെ ഒരു ലുക്ക് അപ്പിയറൻസ് എങ്ങനെയായിരിക്കും ചിത്രത്തിൽ? മഹേഷിന്റെ വർക്ക് അറിയാലോ, നമ്മളിപ്പോൾ ഓൾറെഡി ടേക്ക് ഓഫും മഹേഷിന്റെ വർക്കുകളൊക്കെ നമ്മൾ ചെയ്തതാണ്. അതുകൊണ്ട് മഹേഷിന്റെ ഒരു രീതി നമുക്കറിയാം. പിന്നെ അവർ തിരഞ്ഞെടുക്കുന്ന സബ്ജക്റ്റ് അറിയാമല്ലോ. എന്തായാലും ഒരു സാധാരണ സിനിമ ആയിരിക്കില്ല നമുക്ക്. ഇപ്പോൾ ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞ പോലെ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു നടൻ, അദ്ദേഹത്തിന് ലുക്സ് എപ്പോഴും ഓരോ സിനിമയിലും നൻപകലിൽ കണ്ടതുപോലെ അല്ല റോഷാക്കിൽ കാണുക, അതുപോലെയല്ല ഭ്രമയുഗത്തിലേക്ക് വന്നാൽ, അതല്ല നമ്മൾ കാതലിലും അല്ലെങ്കിൽ ടർബോയിൽ കാണുന്നത്. ഓരോ സിനിമയിലും അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു നടനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു നല്ല ഒരു കിടിലൻ ലുക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ഗംഭീര ലുക്ക്. തീർച്ചയായിട്ടും. അതെ, അതിനേക്കാൾ ഉപരി എല്ലാവരും ചർച്ച ചെയ്യുന്ന വേറൊരു നടനുണ്ട്, മോഹൻലാൽ. മീശയൊക്കെ പിരിച്ചിട്ട് അദ്ദേഹം വന്ന കാണാൻ തന്നെ ഒരു പവറാണ്. വന്ന ഒരു പ്രത്യേക ലുക്കാണ്. എല്ലാവരും എന്തായാലും ചേഞ്ച് ഉണ്ടാവും. ലാലേട്ടന്റെ ഒരു ഗെറ്റപ്പ് ഇങ്ങനെയായിരിക്കും. നമുക്ക് ഓൾറെഡി നമ്മളെ ഇപ്പൊ ഒരു വലിയ ഷെഡ്യൂളല്ല, ഇപ്പൊ ഒരു 3 ദിവസം മാത്രമേ ഷെഡ്യൂളുള്ളൂ. നമ്മൾ വേറൊരു സീക്വൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതിന്റെ ശരിക്കും ഒരു ഷെഡ്യൂൾ ശരിക്കും ജനുവരി ഒക്കെ ആയിട്ട് നമുക്ക് തുടങ്ങുള്ളൂ. അപ്പൊ ഇനി ഒരുപാട് മീറ്റിംഗ് ഉണ്ട്, ഒരുപാട് നമുക്ക് ഈ ക്യാരക്ടറിനെ കുറിച്ചുള്ള ചർച്ചകളുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഒന്നും ഫൈനലായിട്ടില്ല. എങ്കിലും അദ്ദേഹത്തിന്റെ ലാലേട്ടന്റെ ഒരു ലുക്ക് പ്രതീക്ഷിക്കാം. രണ്ടുപേരും മാസ് സീൻസ് ഒക്കെ പ്രതീക്ഷിക്കാമല്ലേ. പിന്നെ ഇപ്പം സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു, ഒരു കോമ്പിനേഷൻ സീൻസ് ഒക്കെ തുടക്കത്തിൽ തന്നെ ഉണ്ടെന്നാണ് റിപ്പോർട്ട്. അങ്ങനെയൊക്കെ ഉണ്ടോ? എങ്ങനെയാണ്? എല്ലാം കുറച്ച് സസ്പെൻസ് ആണ്. ഞാൻ ഈ സിനിമ നാളെ തുടങ്ങണം എന്ന് പോലും പറയാൻ പാടില്ലായിരുന്നു. കങ്കുവ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇനി ഇങ്ങോട്ടുള്ള ഒരു? കങ്കുവ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ കേരളത്തിൽ നമുക്ക് അറിയാലോ, ഞാൻ 10-25 വർഷം വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ കങ്കുവ കൊണ്ടും ആടുയുധം കൊണ്ടും എനിക്ക് അങ്ങോട്ട് നോർത്തിലേക്കാണ് കൊണ്ടുള്ളത്. അതായത് നമ്മുടെ ഹൈദരാബാദിലെല്ലാം പ്രൈം വീഡിയോസിന്റെ പ്രൊജക്ട്, അങ്ങനെ വലിയ പ്രൊജക്റ്റാണ്. അത് മാത്രമല്ല അതിനകത്ത് മേക്കപ്പിനാണ് ഏറ്റവും സ്പെഷ്യൽ വർക്കുള്ളത്. അങ്ങനത്തെ ഈ കങ്കുവ പോലത്തെ ഭയങ്കര ഫാന്റസി പോലത്തെ അങ്ങനത്തെ ഒരു സിനിമകളാണ്. അപ്പോൾ അത് നമുക്കാണ് മേക്കപ്പിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത്. അങ്ങനത്തെ ഒരുപാട് ഡിസ്കഷൻ നടക്കുന്നുണ്ട്, ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് കുറേ വർക്കുകൾ. കങ്കുവയുടെ ബേസിൽ ഇപ്പോൾ ഒരുപാട് പ്രൊജക്ട്സ് അതിന്റെ ബേസിൽ ആടുയുധത്തിന്റെ ബേസിൽ ഏറ്റവും ഇപ്പോഴും നോട്ട് ചെയ്യുന്നത്. എന്തായാലും ഇനിയും ഒരുപാട് പ്രൊജക്ടുകൾ ലഭിക്കട്ടെ. ഇനി ഒരുപാട് അവാർഡുകൾ കിട്ടട്ടെ, നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും ഇങ്ങനെ നിറഞ്ഞു നിൽക്കട്ടെ. ഈ ഷെൽഫുകൾ ഇനി ഇതിനായിട്ട് തന്നെ ഇനി വേറെ ഷെൽഫുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റട്ടെ. ആൻഡ് മഹേഷ് നാരായണൻ പ്രൊജക്ട് ഞാൻ പറയണം, ലാലേട്ടൻ മമ്മൂക്കയെ കിടിലൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് ഒരു രഞ്ജിത്തമ്പാടി ടച്ച് വരട്ടെ ആ ക്യാരക്ടേഴ്സിനൊക്കെ ഉണ്ടാവും.